അപ്പം നല്ല പവർ, നല്ല റോഡ്, നല്ല യാത്രാ സൗകര്യങ്ങൾ, 4 വിമാനത്താവളങ്ങൾ, തുറമുഖം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഘട്ടത്തിലാണ്. ഇംഗ്ലണ്ട് നോക്കിയോ, അമേരിക്ക നോക്കിയോ, കാനഡ നോക്കിയോ, 2 പല്ല് പോടടയ്ക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു വിമാനം പിടിച്ചുകൂടെ വന്നിട്ട് പോകും. കാരണം അത്ര കോസ്റ്റ്ലി അവിടെ. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിനകത്തൊരു ആശങ്കയും വേണ്ട. 2 കാരണം കൊണ്ടാണ് കേരളത്തിലെ ആളുകൾ പുറത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലത്തെങ്കിലും കണക്ക് ഞാൻ പറയാം. 30 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ കടമെടുത്ത ഗ്രോത്ത്, കടത്തിൻ്റെ വർധന ഏറ്റവും കുറച്ച ഗവൺമെൻറ്റാണിത്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ മദ്യത്തിൻ്റെ ടാക്സ് തൊട്ടിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകൾ നോക്കിക്കോളൂ. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ദ ക്യൂ അഭിമുഖത്തിൽ. മിനിസ്റ്റർ സ്വാഗതം. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മിനിസ്റ്റർ ഏറ്റവും അവസാനമായിട്ടൊരു വിശദീകരണം, ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരത്തിന് മുമ്പുള്ള ഒരു വിശദീകരണം വന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 1 മാസമായിട്ട് നിലമ്പൂർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയവും ക്ഷേമ പെൻഷനായിരുന്നു. പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റീല് വരുന്നു. ആ റീലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ക്ഷേമ പെൻഷൻ ഏറ്റവും ഫലപ്രാപ്തിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൽ പരിഷ്കരണം, ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ തുകയിൽ പരിഷ്കരണം നടത്തിയത് ഇതാണെന്നുള്ളത്. അതിനൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് 18 മാസം മുടങ്ങിക്കിടന്ന പെൻഷനാണ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നൽകിയതെന്ന് പറയുന്നു. ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുന്നത്തെ വേളയിലേക്ക് ക്ഷേമ പെൻഷൻ ചർച്ചയാവുന്നു. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സാമൂഹിക പരിഷ്കരണ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട സംഭാവനയൊക്കെ ആയിട്ട് കണക്കാക്കുന്ന സാധനം ഇങ്ങനെ ചർച്ചയാവുന്നു എന്നുള്ളത്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കുടിശ്ശിക നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വൈകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാവുന്നുണ്ട്. അത് ഈ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക്, ഇനിയിപ്പം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയും ഭരണ പ്രതിപക്ഷ പ്രചരണായുധവും മാറുന്നൊരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഈ ക്ഷേമ പെൻഷൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇ.കെ. നായനാർ ഗവൺമെൻറ്റിൻ്റെ സമയത്ത്. അന്ന് കർഷക തൊഴിലാളി പെൻഷൻ ചെറിയൊരു തുകയായിട്ട് തുടങ്ങിയതാണ്. അന്നത്തെ കാലത്ത് ആണെങ്കിൽ അത് തീരെ ചെറിയ തുകയല്ലായിരിക്കും, എങ്കിലും 45 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ചും ഈ ഇപ്പോൾ കൊടുത്ത വലിയ തുകയുടെ അത്ര ഇല്ല. അതിൽ തന്നെ എതിർക്കുകയാണെന്ന് UDF ചെയ്തത്. ആ വിഷയം ഞാൻ അതിലേക്ക് പോകാനല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വിവാദം ഉണ്ടായത്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 2 മാസക്കാലത്തെ ക്ഷേമ പെൻഷൻ നമ്മൾ അനുവദിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പെന്ന് പറയുമ്പം തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ധരിച്ചത് തെരഞ്ഞെടുപ്പ്, എല്ലാവരും ധരിച്ചത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ, എന്താണ് സ്ഥിതി എന്നറിയില്ല. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ഇത് അനൗൺസ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ 5 മാസ കുടിശ്ശിക കൊടുക്കാനുണ്ടാകെ കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ UDF ആക്കിയത് ചില പ്രായമായ അമ്മമാർ, സ്ത്രീകൾ, അവർ തന്നെ ഈ കാര്യത്തിനായിട്ട് പിന്നെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ട്. വാസ്തവത്തിൽ അത്രയും വലിയ വിവാദം ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. 5 മാസക്കാലത്തെ ഒരു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ അത് പറഞ്ഞു. കേരളം സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണ്, ഇവർ കടമെടുത്ത് കേരളത്തെ മുടിക്കുകയാണെന്ന് പ്രചരിപ്പിച്ചു. അപ്പോൾ അന്ന് അത് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു, റൂൾ 300 അനുസരിച്ച് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇത്രയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇന്ന പ്രശ്നം വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കൊടുത്തു തീർക്കും. അതിൽ നേരത്തെ കഴിഞ്ഞ വർഷം 2 ഗഡുവും ഈ വർഷം 3 ഗഡുവും കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം 2 ഗഡു കൊടുത്തു തീർത്തു. 1 ഗഡു എന്ന് പറയുമ്പോൾ ഏകദേശം 1000 കോടിയാണെന്ന് മനസ്സിലാക്കണം, ചെറിയ തുകയല്ല. അപ്പോൾ ഈ വർഷം ആദ്യത്തെ ഗഡുവാണ് ഏപ്രിൽ കഴിഞ്ഞു, മെയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി 2 ഗഡുവും കൂടി കൊടുക്കണ്ട, അത് കൊടുത്തു തീർക്കുമെന്നുള്ള കമ്മിറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, സാമ്പത്തികമായിട്ട് ഈ വണ്ടി ഇടിച്ച് നിൽക്കും, തകർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് UDF ചെയ്തത്. പക്ഷേ അതല്ല, നല്ല പവർഫുള്ളായിട്ട് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്ന് തെളിയിച്ചതാണ് ഈ പെൻഷൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരെ സംബന്ധിച്ചൊരു വിഷമമാണ്. 2 മാസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസത്തിലാണ് കൊടുക്കുന്നത്. ഈ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നത്. അപ്പോൾ 2 മാസത്തെ പെൻഷൻ കിട്ടുന്നു, ഗവൺമെൻറ് ആകെ കുഴപ്പമാണ്, ആൻറ്റി ഇൻക്യുമൻസി ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് നിരാശ ഉണ്ടാക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇത് കൈക്കൂലിയാണ്, അത് ജനങ്ങളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നൊരു കാര്യമില്ല. കൈക്കൂലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 62 ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അന്നൊക്കെ 30 ലക്ഷത്തിനടുത്തേ ഉള്ളൂ. അത് തന്നെ 18 മാസക്കാലത്തെ കുടിശ്ശിക പലതരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് അസംബ്ലിയിൽ അവർ തന്ന മറുപടിയാണ്. അതിനുശേഷം 1ാം പിണറായി സർക്കാർ വന്ന സമയത്താണ് ഇത് മുഴുവൻ കൊടുത്തു തീർത്തു, അത് വർദ്ധിപ്പിച്ചു ഓരോ ഘട്ടമായിട്ട്. ഏറ്റവും അവസാനം വന്നപ്പോഴേക്കും നല്ല വർധന വന്നു. ഇത് മുഴുവൻ കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, 18 മാസത്തെ കാലത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും 5 വർഷക്കാലത്തെ പെൻഷനോട് ചേർത്ത് 35,000 കോടി രൂപയിലധികമാണ്
ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത്. ഈ സർക്കാർ 4 വർഷമായുള്ളൂ. 4 വർഷത്തിൻ്റെതാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ 38,000 കോടിയിലധികമായി. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും 5 വർഷം പൂർത്തീകരിക്കുമ്പോഴത്തേക്കും 50,000 കോടി രൂപ കൊടുക്കും. ഇപ്പം തന്നെ 73,000 കോടി കൊടുത്തു. അപ്പോൾ അത്രയും വലിയൊരു തുക കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നില്ല UDFന്. ഇത്രയും വലിയ തുക കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മാസത്തെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും കൊടുക്കും. ഇനി തടസ്സം വരില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും അല്ല. ഈ കൊടുക്കാനുള്ള മുഴുവൻ കുടിശ്ശിക കൊടുത്തു തീർക്കും. വളരെ കൃത്യമായിട്ട് ഇത് മുന്നോട്ട് പോകും. ഇതെല്ലാം ചെയ്യുന്നത് 50,000 കോടിയോളം രൂപ ഒരു വർഷം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാനുള്ളത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമുക്ക് തരാനുള്ള പലതരത്തിൽ അതിൻ്റെ കണക്കുകളെല്ലാം വളരെ വ്യക്തമാണ്, എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും പണം വെട്ടിക്കുറച്ചിട്ടും ഈ പറഞ്ഞ ഏറ്റവും സാധാരണക്കാരന് മരുന്ന് മേടിക്കാൻ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾക്ക് ഈ പണം കാത്തിരിക്കുന്നവരുണ്ട്. അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ മാറ്റി വെക്കില്ല എന്ന് ഉറപ്പാക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. പക്ഷേ ഇത് മൊത്തം തകരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. UDF പ്രതിപക്ഷം ഞങ്ങളിത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥതയാണ് ഈ പറഞ്ഞ വിവാദം. ഇന്നലെ KPCC പ്രസിഡന്റ്, പുതിയ KPCC പ്രസിഡന്റ് അതിൻ്റെ ഒരു പ്രസ്താവന ഇറക്കി. ഞാൻ നേരത്തെ 20-ാം തീയതി മുതൽ പെൻഷൻ കൊടുക്കും, അത് ഒരു നടപടിക്രമമാണ്. 15-ാം തീയതി വരെ ഓരോ മാസവും പുതുതായിട്ട് ചേരാനുള്ളവർക്ക് ചേരാനുള്ള മസ്റ്ററിംഗ് സമയം കണക്കെടുക്കും. 20-ാം തീയതിയോടുകൂടി ലിസ്റ്റ് ആവും. 20-ാം തീയതിക്ക് 30-ാം തീയതിക്ക് ഇടയ്ക്കാണ് സാധാരണ ഇത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക. ബാങ്ക് വഴിയാണ് പകുതിയോളം, ഡയറക്റ്റ് DBT ആണ്. ബാക്കിയൊരു പകുതിയോളം സഹകരണ ബാങ്കുകൾ വഴിയുള്ള അവിടുന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ ആ സിസ്റ്റം ഉണ്ട്, എല്ലാവരും ബാങ്ക് വഴിയല്ല. അതിന് എടുക്കുന്ന സമയമാണ് ഈ ഒരാഴ്ചയോളം എടുക്കും. 20-ാം തീയതി ആണ് സാധാരണ കൊടുക്കാൻ ഓർഡറൊക്കെ. 1-2 ദിവസം കൊണ്ട് അത് തുടങ്ങി പതുക്കെ ഒരാഴ്ച കൊണ്ട് തീരും. അത് KPCC പ്രസിഡന്റ് തന്നെ ഇന്നലെ പറഞ്ഞത് 20-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. വാസ്തവത്തിൽ ഓർഡർ ഇട്ടിട്ട് ഞാനൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ശീലം. ആദ്യമേ ഞാൻ മന്ത്രിയായ സമയത്ത് എന്തിനായി ബുദ്ധിമുട്ട് പറയുന്നതെന്ന് ചോദിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റി ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. BJPക്കാർക്ക് പോലും കേന്ദ്രം നമുക്ക് തരാനുള്ളത് കുറേയേറെ തരുന്നില്ല എന്നറിയാം. അവർക്ക് അതിനകത്ത് മറുപടിയില്ല. ഇത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളതാണ് പറഞ്ഞത്. ഞാനെന്തിനാ ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുള്ളത് പറയും, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അത് LDFൻ്റെ പ്രതിബദ്ധതയാണ്, അത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. അതിനെ ഇവർ അത് കണ്ടിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും ഇങ്ങനെ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ പറയുന്നതും വെറുതെ വിമർശിക്കുന്നതും. നമ്മളിപ്പോഴും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ലോട്ടറിയും മദ്യം ഇല്ലെങ്കിൽ കേരളം ഉണ്ടോ എന്നുള്ളൊരു നെഗറ്റീവാണ്. അതിപ്പം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ സ്വഭാവത്തിലുള്ള ഒരാളാണെങ്കിലും ഒരു സംഘപരിവാർ നെഗറ്റീവ് ആണെങ്കിലും നിരന്തരം കേൾക്കുന്നത് മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടും സർവൈവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ളതാണ്. സത്യത്തിൽ കേരളത്തിനെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം ക്രൂഷ്യലാണ് ഈ രണ്ട് പാർട്ട്? ഈ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി പോകുമ്പോൾ ഒരു BJPയുടെ ഒരു ചാനൽ പറഞ്ഞാൽ ധാരാളം ഓൺലൈൻ ചാനലുകളുണ്ടല്ലോ, അതിനകത്തൊരു ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂ ഒരു 15 മിനിറ്റ് ഉണ്ട്. അവരുടെ ഒരു പണ്ഡിതനായ ഒരാൾ പാണ്ഡിത്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കേരളം, ഞാൻ ഈ പറഞ്ഞ പോലെ കടം കയറി മുടിയാൻ പോവാണ്. 6 ലക്ഷം കോടിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കടം. പിന്നീട് കേരളത്തിൽ മൊത്തം എന്തോ ചൂതുകളി എന്നാണ് പൈസ ഉണ്ടാക്കുന്നത്. ചൂതുകളി എന്ന് പറഞ്ഞാൽ ലോട്ടറി, മദ്യം, പിന്നെ അതുപോലെ പോലീസിനെ വിട്ട് പെറ്റി കേസ് പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുക. ഇത് പക്ഷേ നമുക്ക് ഓരോന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ജനങ്ങളുടെ മനസ്സിലൊക്കെ ഇല്ലല്ലേ. അപ്പോൾ ഈ 6 ലക്ഷം കോടി കടമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാര്യം 6 ലക്ഷം കോടി കഴിഞ്ഞ 30 വർഷത്തെ കണക്കെടുത്താൽ നമുക്ക് ഈ 5 വർഷം തികയുമ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് എത്തും. കാരണം അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ബോറോയിങ്ങിൻ്റെ ഗ്രോത്ത്. പക്ഷേ ഇതാദ്യമായിട്ട് ആ ഗ്രോത്ത് ഇല്ലാതെ 4,65,000 കോടിയെ എടുക്കൂ ഈ 5 വർഷം ആകുമ്പോൾ. കാരണം കേന്ദ്രം സമ്മതിച്ചിട്ടില്ല. സാധാരണ മുൻ ഗവൺമെൻറ്റുകൾ എടുത്തതിനേക്കാളും 1,25,000 കോടി കുറച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അനുവദിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെങ്കിലും കണക്ക് ഞാൻ പറയാം, 30 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ കടമെടുത്ത ഗ്രോത്ത്, കടത്തിൻ്റെ വർധന ഏറ്റവും കുറച്ച ഗവൺമെൻറ്റാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മറുവശത്തോടെ നമ്മൾ ഇൻകം സ്വാഭാവികമായിട്ട് വർദ്ധിപ്പിക്കുക ചെയ്തു. ഇതൊരു വശം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ലോട്ടറിയുടെ കാര്യത്തിൽ ഇവരുടെ എല്ലാം തെറ്റിദ്ധാരണ വെച്ചാൽ ലോട്ടറിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വരുന്ന വരുമാനം വലിയ വരുമാനമാണെന്ന് ഇവർ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോട്ടറി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ലോട്ടറിയിൽ ഇപ്പം 10,000 കോടി രൂപയാണ് ലോട്ടറി വിൽക്കുന്നതെന്നിരിക്കട്ടെ, ഈ വിൽക്കുന്ന മുഴുവൻ പണവും സർക്കാരിലേക്ക് അടയ്ക്കണം. ഇത് സർക്കാരിൻ്റെ വരുമാനമല്ല. ലോട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നുണ്ട് ഇതുകൊണ്ട്. ലോട്ടറിയുടെ സമ്മാനം ഒരു ഭാഗം പോകും, പക്ഷേ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് അവർക്ക് മാസം ജീവിക്കാൻ പറ്റുന്ന വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ലോട്ടറി. അപ്പോൾ ഈ സമ്മാനം പോകുന്നതും കമ്മീഷൻ പോകുന്നതും കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്നത് ഏകദേശം 3%. സംസ്ഥാന ഗവൺമെൻറ് 10,000 കോടിയിൽ നിന്നാണ്
വരുമാന സൈഡിൽ ഞാൻ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴും റവന്യൂ ഫ്രം നോൺ ടാക്സ് റവന്യൂ ഫ്രം അതർ സോഴ്സസ് അതർ ദാൻ ടാക്സസ് എന്ന് പറയുന്നതിനകത്ത് ലോട്ടറിയാണ് പ്രധാനപ്പെട്ട ഇൻകം. ലോട്ടറിയിൽ 10,000 കോടി അവിടെ കാണിക്കുന്നതെങ്കിൽ അതിനകത്ത് 300 കോടിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് വരും. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ലോട്ടറി കൊണ്ട് എത്രത്തോളം വരുമാനം ഉണ്ടാവുമെന്ന് വ്യക്തമാകുമല്ലോ. ഓരോ ടിക്കറ്റ് തുകയുടെയും മുഴുവൻ പണവും സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇവിടെ അടയ്ക്കും, അല്ലാതെ അതിൽ നിന്ന് വരുന്ന സർക്കാരിലേക്കുള്ള റവന്യൂ മാത്രമല്ല. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ടാക്സ് വേറെ ഉണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് 1 ലക്ഷം ആൾക്ക് ജോലി കിട്ടും എന്നുള്ളത് നോക്കിക്കോ. നിങ്ങൾ ഏത് സ്ഥലത്ത് ഇറങ്ങി നടന്നാലും ഇപ്പം ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോഴും ഒരു 10-30 കടയുടെ ഇടയിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ ലോട്ടറി ആയിട്ട് വിൽക്കുന്ന ഒരാൾ കാണും. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരും പ്രായമുള്ളവരും ഒക്കെ ജീവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലോട്ടറിക്ക് അങ്ങനെ ഒരു വശം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഈ കിട്ടുന്ന 300-500 കോടിയുടെ വരുമാനമല്ല. അത്രയും ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. 1 ലക്ഷം ആൾക്ക് ഒരു മാസം സർക്കാരിൻ്റെ ഒരു കാര്യം കൊടുക്കാതെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലോട്ടറി സംബന്ധിച്ച്. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എടുക്കുമ്പോൾ 10ഓ 15ാമത്തെ സ്ഥാനവും കണ്ടേ കേരളത്തിനുള്ളൂ. കണക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കണക്കിൻ്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലില്ല. എന്നാലും ഞാൻ നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ കണക്കുകൾ വെച്ച് പറയുകയാണ്, കേരളത്തിൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ അത്രയും സ്ഥാനമേ ഉള്ളൂ. എന്നാൽ പിന്നെ വർധനയുടെ കാര്യം ഞാൻ പറഞ്ഞു. വർധനയുടെ കാര്യത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ മദ്യത്തിൻ്റെ ടാക്സ് തൊട്ടിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകൾ നോക്കിക്കോളൂ, നമ്മുടെ എത്ര ഇരട്ടി ഷോപ്പാണ്. ഞാൻ തൊട്ടടുത്ത സ്റ്റേറ്റുകളൊന്നും എടുത്ത് പറയണ്ട, എന്നാലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയുള്ളൂ. കർണാടകത്തിലും തമിഴ്നാട്ടിലും നമുക്ക് കേരളത്തിലുള്ള ബിവറേജിൻ്റെ ഷോപ്പിൻ്റെ 20 ടൈംസ് ഉണ്ടെന്ന് ഞാൻ പറയാം. 20 ഇരട്ടി ഷോപ്പുകളുണ്ട്. എല്ലാ ചെറിയ സ്ഥലങ്ങളിലും ഷോപ്പുകളുണ്ട്. നമ്മൾ അങ്ങനെ വ്യാപനത്തിന് പോകുന്നില്ല. അപ്പം മദ്യം എന്ന് പറയുന്ന സംഭവം നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം നമുക്ക് മദ്യം ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഇതിനെതിരെ വലിയ ഡ്രൈവ് നടക്കുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള മയക്കുമരുന്ന് ധാരാളം വരുന്നുണ്ട്. മദ്യം എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒഴിവാക്കിയിട്ട് വ്യാജമദ്യവും അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒന്നും വേണ്ട. വിദേശത്തെ അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ മദ്യം ചില സ്ഥലത്തൊക്കെ അവരുടെ ആ പ്രത്യേക സ്ഥലങ്ങൾ ആ നിയന്ത്രണം ഒഴിവാക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങൾ നിയന്ത്രിതമായി അപകടകരമല്ലാത്ത കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വലിയ ഒരു മദ്യത്തിൻ്റെ വ്യാപനം നമുക്കില്ല. അതിൽ നിന്നുള്ള വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സും അല്ല. സോഴ്സ് ഈ പറഞ്ഞ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ മദ്യത്തിൻ്റെ 4 വർഷം കൊണ്ടുള്ള മദ്യത്തിൻ്റെ വരുമാന വർധനയിൽ ഞാൻ ഈ പറഞ്ഞ 40,000 കോടി വർധന വരുന്നതിനകത്ത് 2,000 കോടി പോലും കാണില്ല മദ്യത്തിൻ്റെ ആ വർധന. അതാണ് എൻ്റെ വസ്തുത. ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഒരു കമ്പാരിസൺ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടങ്ങിക്കിടന്നതാണ് എന്ന് പറയുന്നത് ഒരു 2ാം സർക്കാരിലേക്ക്, അതായത് ഒരു 10ാം വർഷത്തിലെത്തിയ സർക്കാരിന് കൃത്യമായിട്ടൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ന്യായീകരണമായിട്ട് നിൽക്കില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 5 വർഷം നടത്തിയവർക്ക് ഇത് വീഴ്ചയില്ലാതെ ചെയ്യാൻ സാധിക്കണ്ടേ ഇനി എന്നുള്ളൊരു സംഗതിയാണല്ലോ ചോദ്യമായിട്ട് വരിക. തീർച്ചയായിട്ടും വീഴ്ചയില്ലാതെ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മളെല്ലാ പ്രഖ്യാപനങ്ങളും പറയുന്നത് നമ്മുടെ ഒരു ഗിവൺ സിറ്റുവേഷനിലാണ്. അതായത് നമുക്കൊരു കണക്കുണ്ട്. നിങ്ങൾക്ക് മാസം ഇത്ര രൂപ ശമ്പളം ഉണ്ട് ഒരാൾക്ക്. ആ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത മാസം ചെയ്യാമെന്ന് പറയുന്നത്. ഈ ശമ്പളം തരുന്നത് നമ്മളുണ്ടാക്കുന്നതല്ല, നമുക്ക് തരേണ്ടതാണ്. അത് സംസ്ഥാന സർക്കാർ തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തരുന്നു. അതിനകത്ത് പെട്ടെന്ന് ഒരു വെട്ടിക്കുറവ് വരുന്നു 50%. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് അതുപോലെ നടക്കുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സർക്കാരല്ല നമ്മുടെ ഒരു മുതലാളിയല്ല കേന്ദ്ര സർക്കാർ. ബട്ട് നമുക്ക് ഈ സംസ്ഥാനത്തിന് വരുന്ന വരുമാനം, സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന നികുതി പിരിവ്, ഇവിടുത്തെ ആഭ്യന്തരമായ വരുമാനം, ഈ വരുമാനം എല്ലാം പിരിക്കുന്നതിൻ്റെ പലതിലും പകുതി കേന്ദ്രമാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ 100 രൂപ പിരിച്ചാൽ 50 രൂപയാണ് GSTയുടെ കേന്ദ്രം അപ്പറേ എടുക്കും. നമുക്ക് നിങ്ങളും ഞാനും ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് കൊടുക്കുന്നത് 100 കേന്ദ്രം കൊണ്ടുപോകുന്നത്. കസ്റ്റംസ് അതുപോലെയൊക്കെയുള്ള 100% കേന്ദ്രം കൊണ്ടുപോകുന്ന കുറേ നികുതിയുണ്ട്. അപ്പോൾ ഈ നികുതികളിൽ നിന്നും ഇവിടുന്ന് കൊണ്ടുവന്ന 50 അവർ കളക്ട് ചെയ്യുന്നതിൽ നിന്നും ഓരോ സ്റ്റേറ്റിനും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ആ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനകത്ത്, ആ സ്റ്റേറ്റിൻ്റെ വിഹിതമായി കൊടുക്കുന്നതിനകത്ത് വലിയ വെട്ടിക്കുറവ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുക. അതിനൊരു ന്യായം അവർ പറയുന്നുണ്ട്. ചില സ്റ്റേറ്റുകൾ വളരെ ദുർബലമാണ്, അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സ്കൂളില്ല, അവർക്ക് ആശുപത്രിയില്ല, അവർക്ക് വഴിയില്ല, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറയ്ക്കുക. നമുക്കെന്ന് വെച്ചാൽ ശുചിമുറിക്ക് വേണം പൈസ തരാം. നമുക്ക് ശുചിമുറിയുണ്ട്, നമുക്ക് റോഡുണ്ട്, നമുക്ക് ആശുപത്രിയുണ്ട്, നമുക്ക് നല്ല സ്കൂളുണ്ട്. സ്കൂളിൽ ഇനിയിപ്പം കൂടുതൽ സൗകര്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് കാരണം നമുക്ക് ആകെ 100 രൂപ ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുമ്പോൾ 3 രൂപ 80 പൈസ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് ഇപ്പോൾ കുറച്ച് 1 രൂപ 90 പൈസയായി. 1 രൂപ 90 പൈസ ഞാൻ ശതമാനത്തിൽ പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടി 24,000 കോടിയായി 1 രൂപ 90 പൈസ. കിട്ടിക്കൊണ്ടിരുന്ന എത്ര? 3.82.
അപ്പോൾ 24,000 കൂടി കിട്ടേണ്ടതാണ്. അതിൻ്റെ പകുതിയായിപ്പോയി ഇപ്പം. 24,000 കോടി അത് തന്നെ കുറഞ്ഞു. തൊട്ട് മുമ്പത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് തന്നെ ഇപ്പം കിട്ടുന്നതിനേക്കാളും ശരാശരി ഞാൻ പറയുന്നത് 10,000 കോടി അധികം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ പണം കുറഞ്ഞു. പിന്നെ GST വന്നത് ഇത് പലതവണ ആവർത്തിച്ചുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാവാം. എന്നാലും ഈ GST വരുന്നതിന് മുമ്പ് സെയിൽ ടാക്സ് ആണ്. മുഴുവൻ സാധനവും നമ്മൾ ടാക്സ് ചെയ്യും. ആ ടാക്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ GST വന്നതിന് ശേഷം പെട്രോള്, മദ്യം, ഡീസൽ, മദ്യം, പെട്രോൾ, ഡീസൽ ഇത് മാത്രമേ നമുക്ക് പിരിക്കാൻ പറ്റൂ. അല്ലാതുള്ള മുഴുവനും നമ്മൾ നേരത്തെ ഒരു കാപ്പി നമ്മൾ കുടിച്ചാൽ അതിനകത്ത് 1 രൂപ നമുക്ക് ടാക്സ് കിട്ടുന്നെങ്കിൽ ആ 1 രൂപ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനായിരുന്നെങ്കിൽ ഇപ്പം 1 രൂപയിൽ 50 പൈസ കേന്ദ്രത്തിന് പോകും, 1 രൂപയിൽ 50 പൈസ സംസ്ഥാനത്തിന് കിട്ടും. അപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഫണ്ട് ഇത്രയേ ഉള്ളൂ സംസ്ഥാന ഗവൺമെൻറ്റിന്. അപ്പോൾ അങ്ങനെ വന്നപ്പം വലിയ നഷ്ടം വന്നിരുന്നു. കാരണം GST കൊണ്ടുവന്നതിനകത്ത് ഒത്തിരി അത് ആ രംഗത്ത് ഒത്തിരി ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ടാക്സ് ഏകപക്ഷീയമായിട്ട് മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ നഷ്ടം മുൻപ് GST വരുന്നതിന് മുമ്പ് 2017 മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ ഗ്രോത്ത് റേറ്റിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞാണ് GST കോമ്പൻസേഷൻ. 5 വർഷത്തേക്കാണ് ആദ്യം തീരുമാനിച്ചത്. 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നഷ്ടം തുടരുകയാണ്. ഒരു വർഷം 12,000 കോടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ 24,000 ഈ 12,000 GST കോമ്പൻസേഷൻ മാത്രം കിട്ടി. എന്നിട്ട് ഇതിൻ്റെ എല്ലാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാരണം കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നൊരു ഗ്രാൻഡ് തന്നു. 19,000 കോടിയിൽ തുടങ്ങി 4,000 കോടിയിൽ അവസാനിക്കുന്ന തരത്തിലേക്ക് അത് തീർന്നു 3 വർഷമായപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടം വന്നു. ഇതൊക്കെ കൂടാതെ ഈ കടം എടുക്കാൻ എല്ലാ സ്റ്റേറ്റിനും അവകാശമുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കുണ്ട്. എനിക്കൊരു വീട് പണിയണമെങ്കിൽ 50 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ എനിക്കത് തിരിച്ചടയ്ക്കാം. എനിക്കും എൻ്റെ എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, നിങ്ങളായാലും മനുഷ്യനായാലും ഒരു ലോൺ എടുക്കുന്നതിന് നിയമമുണ്ട്. നിങ്ങളുടെ സാലറി വെച്ചിട്ടും നിങ്ങളുടെ ഇൻകം വെച്ചിട്ടാണ്. അതനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിനൊരു കണക്കുണ്ട്. ആകെ നമുക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 3 രൂപ മൊത്തത്തിലുള്ള നമ്മുടെ വരുമാനം 100 രൂപയാണെങ്കിൽ 3 രൂപ കടമെടുക്കാം. ഇതെവിടെയും റീസണബിളാണ്. 3 രൂപ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റുമല്ലോ. ആ 3% എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന കടത്തിലും വലിയ വെട്ടിക്കുറവ് വന്നു. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ടും വന്ന 57,000 കോടി രൂപയാണ് ഒരു വർഷം നമുക്ക് വന്നേക്കുന്ന കുറവ്. കേരളത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ പിന്നെ ഓരോ വർഷങ്ങളിലും നമുക്ക് ചിലവാക്കണമെങ്കിൽ ഇത് പറഞ്ഞു. ഇത്രയും വലിയ വെട്ടിക്കുറവ് വരുന്ന കാര്യമാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. ആ വെട്ടിക്കുറവ് വരുമ്പം സ്വാഭാവികമായിട്ട് എല്ലാത്തിനെയും ബാധിക്കും. എന്നിട്ടും വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ബാധിച്ചുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അതെങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വരുമാനം ടാക്സ് 47,000 കോടിയായിരുന്നു. നികുതി വരുമാനം, നികുതി ഇതര വരുമാനം കൂടി ചേർക്കുമ്പോൾ 54,000 കോടിയായിരുന്നു 2021 ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വർഷത്തെ ടോട്ടൽ ഇൻകം. ഈ കഴിഞ്ഞ 4 വർഷം പൂർത്തീകരിച്ചപ്പോൾ അത് 95,000 കോടിയായി വർദ്ധിച്ചു. പക്ഷേ അവിടെ ഒന്നിനും വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പെട്രോളിനും ഡീസലിനും 1 രൂപയോ മറ്റോ ഒരു സെസ് ഏർപ്പെടുത്തിയതാണല്ലോ ആകെ ഈ 4 വർഷത്തിനുള്ള ചെയ്തത്. നിങ്ങൾ അത്യാവശ്യം മദ്യപിക്കുന്നവരോട് ചോദിച്ചു നോക്കിയേ, ബിവറേജിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടില്ല. കാരണം മദ്യത്തിൻ്റെ വില കൂടിയാൽ മയക്കുമരുന്ന് വരുന്നൊരു വാദമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഡീസലിനും പെട്രോളിനും മദ്യത്തിനുമാണ് ആകെ കൂട്ടാൻ പറ്റുന്നത്. അത് കൂട്ടാൻ പറ്റിയിട്ടില്ല. കർണാടകത്തിൽ നേരത്തെ ഒരു സർചാർജ്, ഇവിടെ ഒരു സെസ് ഏർപ്പെടുത്തിയപ്പോൾ വലിയ ബഹളമായിരുന്നു. കർണാടകത്തിൽ വളരെ കുറവാണ്. കർണാടകത്തിൽ ഇതിനിടയ്ക്ക് 3 പ്രാവശ്യം കൂട്ടി. മദ്യത്തിന് 10 തവണ കൂട്ടി. നമ്മളെക്കാളും വ്യത്യാസം വളരെ കുറവാണ്. ശരിക്കും മംഗലാപുരത്തോട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടാതിരുന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ നികുതി ഏകദേശം ഒരു 80%, 90% വർദ്ധിപ്പിച്ചല്ലോ. അതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ കൊളാപ്സ് ചെയ്തേനെ. സ്റ്റേറ്റ് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാതെ അത്തരത്തിലേക്ക് എത്തിയേനെ. ആ ഒരു കാര്യമാണ് ഞാൻ തുറന്നു പറയുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ താല്പര്യമാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ മാത്രം താല്പര്യമൊന്നുമല്ല. എല്ലാ മനുഷ്യനും താല്പര്യമാണ്. അവിടെ നിൽക്കുമ്പോഴും ഇത്രയും ശ്വാസം മുട്ടിക്കാൻ നോക്കിയിട്ടും 2-3 മാസത്തെ ഒരു കുടിശ്ശിക വന്നു. നമുക്ക് DAയുടെ കുറച്ച് കുടിശ്ശിക വന്നു. ഈ 2 കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയും പറയുന്നതാണ്. പക്ഷേ ചെലവുകളുടെ കാര്യത്തിനകത്ത് അങ്ങനെ വല്ലതും കുറവ് വന്നോ? ഇപ്പോൾ എറണാകുളത്തിരുന്നായിട്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂവിലിരിക്കുന്നത്. ഇവിടുത്തെ ചുറ്റുപാടുള്ള റോഡ് നോക്ക്. ഏത് ഇൻറ്റീരിയർ പ്രദേശത്തും നോക്കിയോളൂ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ. ഇനിയും കൂടുതൽ വേണമെന്നുള്ള ഡിമാൻഡൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും നല്ല റോഡുകളും, ഇപ്പം നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ കനാൽ സിസ്റ്റം, ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 4 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിയത്. ഈ പ്രതിസന്ധിക്കിടയിൽ വിഴിഞ്ഞമെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവിയിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. വലിയ തോതിൽ നമ്മുടെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിനും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾക്കും വലിയ അഭ്യുന്നതി, സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നൊരു പദ്ധതിയാണ് വിഴിഞ്ഞം. സാധാരണ എല്ലാ സ്റ്റേറ്റിലും തുറമുഖങ്ങളെന്ന് പറഞ്ഞാൽ അന്തർദേശീയ കണക്ഷൻ, അല്ലാതെ സ്റ്റേറ്റിന് വേണ്ടി മാത്രമല്ല.
വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ഒരു ഭാഗത്തെ ഷെയറോ കേന്ദ്രം തരും. നമുക്ക് കൊച്ചി ഷിപ്പ്യാർഡിന്, കൊച്ചി തുറമുഖം ഉൾപ്പെടെ എല്ലാ തുറമുഖം അങ്ങനെയാണ്. 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല. എന്നിട്ടും 8,000 കോടി രൂപയിൽ 6,000 കോടി രൂപയോളം സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയിട്ടാണ് തുറമുഖം പൂർത്തീകരിച്ചത്. അത് വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും, യൂണിവേഴ്സിറ്റികളുടെ ആയാലും സയൻസ് എഡ്യൂക്കേഷൻ്റെ ആയാലും റിസർച്ച് സെൻ്ററിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിനൊപ്പം ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് നേരത്തെ ഉള്ളവരെ നമ്മൾ വെറുതെ കുറ്റം പറയില്ല. അവർ വെറും രാഷ്ട്രീയമായിട്ടാണ്. ഞങ്ങൾ 5 വർഷക്കാലം കൃത്യമായി കൊടുത്തു. ഇപ്പം 4 വർഷം 9 വർഷമായി. 9 വർഷമായിട്ടും ചെറിയ ചെറിയ കുറ്റങ്ങളില്ലാത്ത ഒരു ഗവൺമെൻറ് കാണില്ല. ഞങ്ങളൊക്കെ ഒരു കുറ്റത്തിനും ബാധകമല്ലാത്തവരാണ്, എല്ലാം തികഞ്ഞവരാണെന്ന് ഒരിക്കലും ഞങ്ങളാരും വിചാരിക്കുന്നതേ ഇല്ല. പക്ഷേ ഏതൊരു ചെറിയ വിമർശനത്തെയും കാണാനും അത് പരിഹരിക്കാനുള്ള ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഉറപ്പായി ഞാൻ അടുത്ത് ചോദിക്കാൻ ഇന്ന ചോദ്യത്തിലേക്ക് തന്നെ മിനിസ്റ്റർ ഉത്തരം വന്നുകൊണ്ടിരിക്കുക. ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഒരു നയത്തുടർച്ച പോലെയാണ് രണ്ടാം പിണറായി സർക്കാർ വരുന്നത്. ഒന്നാം സർക്കാരിൻ്റെ ഒരു ധനകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് കെ.എൻ. ബാലഗോപാലിലേക്കാണ് ഇത് ചുക്കാൻ മാറുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബിയെ കുറിച്ച് കൂടുതൽ വാചാലനാവുന്നതും അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും കേട്ട് കെ.എൻ. ബാലഗോപാലിലേക്ക് എത്തുമ്പോഴേക്ക് എപ്പോഴും നോളജ് എക്കണോമിയെ കുറിച്ച്, ഞാൻ ഈ റീസെൻ്റ്ലി സംസാരിച്ച എല്ലായിടത്തും നോളജ് എക്കണോമിയെ കുറിച്ച് ഏറ്റവും വാചാലനാവുന്ന ഈ ടീമിലുള്ള ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ സോഹോയുടെ ക്യാമ്പസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ പറയുന്ന നോളജ് എക്കണോമിയുടെ സാധ്യതയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം ചുരുക്കി കിഫ്ബിയുടെ കാര്യം തന്നെ പറയാം. കിഫ്ബി വളരെ നല്ലൊരു മോഡലാണ്. കാരണം നമ്മളൊരു വീട് പണിയാൻ പോകുമ്പോൾ 10 വർഷം 20 വർഷം കൊണ്ട് ഓരോ വർഷമായിട്ടല്ല വീട് പണിയുന്നത്. ആദ്യമേ ഒരു ലോൺ എടുത്തിട്ട് വീട് പണിയും, 20 വർഷം കൊണ്ട് അടച്ചു തീർക്കും. സർക്കാർ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 20 വർഷം കൊണ്ട് നമുക്ക് PWD കുറച്ച് പൈസ വരും, വേറൊരു വകുപ്പിന് കുറച്ച് പണം കൊടുക്കുകയും ചെയ്യും. അത് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റും കുറയും. കാരണം 20 വർഷം കൊണ്ട് പണിയുന്നതിനേക്കാളും പകുതി ചിലവിലൊരു പാലവോ കെട്ടിടമോ ഫാക്ടറിയോ പണിയാം. ഇത് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് കിഫ്ബിയുടെ മോഡൽ. പക്ഷേ അതിന് പണമെടുക്കുന്നത് പ്ലാനിൽ നിന്ന് ഒറ്റയടിക്കങ്ങ് എടുത്തു മാറ്റാൻ പറ്റില്ല. അതൊരു പ്രത്യേകമായിട്ടൊരു ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാണും, കുറച്ച് ഗവൺമെൻറ് കൊടുക്കേണ്ട പ്രൊജക്റ്റുകൾ കാണും. ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. നാഷണൽ ഹൈവേക്ക്, ഈ കേരളത്തിലെ നാഷണൽ ഹൈവേക്ക് മാത്രം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ഭൂമി വില കൂടുതലാണ്, അതുകൊണ്ട് ഭൂമി എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ തരണം. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തോട് ഇത് പറഞ്ഞിട്ടില്ല. കാരണം ടോൾ പിരിച്ചിട്ടാണ് അവർ റോഡ് നടത്താൻ പോകുന്നത്. പക്ഷേ അവർ റോഡ് നടത്തില്ല. അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ കേരളം പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ അവരുമായിട്ടുള്ള സംസാരത്തിൽ ശരി ഞങ്ങളൊരു ഭാഗം തരാമെന്ന് പറഞ്ഞു. 6,000 കോടി രൂപയാണ് കേരളം പോലൊരു സംസ്ഥാനം നമ്മുടെ ആഭ്യന്തരമായി ഉപയോഗിക്കേണ്ട പണത്തിൽ നിന്ന് അത് കൊടുക്കേണ്ടി വന്നത്. കിഫ്ബി ഇന്നാണ് അന്ന് ആ സമയത്ത് നമ്മൾ പണം എടുത്തു കൊടുത്തു. അപ്പോൾ നേരത്തെയുള്ള സങ്കല്പം അനുസരിച്ചിട്ട് നമ്മൾ കിഫ്ബി ഒരു പ്രത്യേക സംവിധാനമാണ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ കൂടി നടത്താൻ നമ്മൾ ആലോചിക്കുന്നത്. പല മേജർ തുറമുഖങ്ങളും റോഡുകളും മാത്രമല്ല, ഇപ്പം വയനാട്ടിലെ തുരങ്കപാത പോലും, സാംസ്കാരിക കേന്ദ്രങ്ങൾ, പിന്നെ അതുപോലെ എല്ലാ ആധുനിക സയൻസ് ടെക്നോളജി യൂണിവേഴ്സിറ്റികളുടെ കേന്ദ്രം ഉൾപ്പെടെയല്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ കേന്ദ്രം പറഞ്ഞു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2022 അവർ പറഞ്ഞു, നിങ്ങൾ കിഫ്ബി എന്ന് പറയുന്നത് ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ആക്ച്വലി നിങ്ങൾ ഈ ബോറോയിങ് എടുത്തേക്കുന്നത് സംസ്ഥാന ഖജനാവിൽ തന്നെ പോകേണ്ടതായതുകൊണ്ട് അത് നിങ്ങൾ വേറെ ഒന്നായിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല, ഇവിടുന്ന് തന്നെ ചിലവാക്കണം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ കാര്യങ്ങൾ നടപ്പിലാക്കി അതിനായിട്ട് പണം ഇവിടുന്ന് കുറച്ചാൽ പിന്നെ ദൈനംദിന കാര്യത്തിനൊന്നും പണം കാണില്ല. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇപ്പോഴത്തെ സ്ഥിതിയിൽ 12,000 കോടി രൂപ കിഫ്ബിക്ക് വേണ്ടി മാത്രം ഈ നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനത്തിൽ കുറവ് വരുന്ന സ്ഥിതിയിലേക്ക് അവരെത്തിച്ചു. അപ്പോൾ ഇപ്പോൾ കിഫ്ബി നമ്മൾ ആദ്യം ഉദ്ദേശിച്ച മോഡൽ അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാളും ഈ 12,000 കോടി രൂപ എനിക്ക് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിൻ്റെ പൊതുപ്രവർത്തനങ്ങൾക്ക് വെക്കുകയും കിഫ്ബി ഇതിന് അഡീഷണലായിട്ട് പണം ചിലവാക്കുകയും ചെയ്യാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ മേളിൽ വരിക. നേരത്തെ ഞാൻ പറഞ്ഞു പണം വെട്ടിക്കുറച്ചതിനകത്ത് അതും വരുന്നുണ്ട്. അതുകൂടി നിന്നിട്ടാണ്. പക്ഷെ നമ്മൾ കിഫ്ബി താഴോട്ട് പോകാൻ സമ്മതിച്ചിട്ടില്ല. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താനും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊരു അടിസ്ഥാന കാര്യമാണ്. ഈ അടിസ്ഥാന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടായാലേ പറ്റൂ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ 8 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് റോഡ് വേണം. റെയിൽവേ കുറച്ചുകൂടെ സൗകര്യം വേണം. അതാണ് നേരത്തെ സിൽവർ ലൈൻ പോലുള്ള കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഴിഞ്ഞം പോലൊരു തുറമുഖം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ തുറമുഖങ്ങൾ അങ്ങനെ കൊച്ചിയിൽ നിന്നൊരു തുറമുഖത്തിലേക്ക് കണ്ടെയ്നർ കയറ്റിയാൽ ഒരു സിംഗപ്പൂരോ വേറൊരു മേജർ തുറമുഖത്തോ കൊണ്ടുപോയി വലിയ ഷിപ്പിൽ കയറ്റും. പൂനെയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഒക്കെ വരുന്ന ഷിപ്പുകൾ അങ്ങനെയാണ് വരിക. അങ്ങനെ കൊണ്ട് കയറ്റുമ്പം പെട്ടി ഓട്ടോയിലും ചെറിയ മിനി ലോറിയിലും കൊണ്ട് കയറ്റുന്ന പോലെയാണല്ലോ ഈ ഷിപ്പിങ്ങിൻ്റെ പരിപാടി.
അത്രയും സമയമെടുക്കും, 1 മാസം എടുക്കുന്ന ഒക്കെ ജേണി വേണ്ടി വരും. പക്ഷെ വിഴിഞ്ഞം വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മദർ പോർട്ടുകളിൽ ഒന്നാണ്. കാസർഗോഡ് നിന്നുണ്ടാവുന്ന സാധനവും തിരുവനന്തപുരത്ത് 8 മണിക്കൂർ കൊണ്ട് എത്താം, 2-3 മണിക്കൂർ കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് എത്താം. അപ്പോൾ കണ്ടെയ്നർ നേരെ കൊച്ചി കൊണ്ടുവന്ന് കയറ്റി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് കയറ്റി അയക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു സംഗതി വരും. കേരളത്തിനേക്കാളും ഇതിനകത്ത് വ്യത്യാസം വരുന്നത് പൂനെന്ന് ടാറ്റയുടെ ട്രക്കോ കാറോ കയറ്റി അയക്കുന്നിരിക്കട്ടെ, മദ്രാസിൽ നിന്ന് കയറ്റി അയക്കുന്നു. അത് ചെറിയ ഷിപ്പിൽ കയറ്റി അയക്കുന്നതിന് പകരം ഇത് നേരെ വിഴിഞ്ഞത്തുനിന്ന് കയറ്റാം. ഭയങ്കരമായ ട്രാൻസ്പോർട്ട് ലാഭം വരും, സമയത്തിൻ്റെ കോസ്റ്റ് കുറയും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഡെവലപ്മെൻറ്റോട് വരും. പിന്നെ എന്തിനാ പൂനെയിൽ ഈ ഫാക്ടറി ഇടുന്നത്? തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആലപ്പുഴയോ എറണാകുളത്തോ ഈ ഫാക്ടറി ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നേരെ കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ട് കയറ്റാമല്ലോ. അപ്പോൾ ഈ ഒരു വലിയ വിഴിഞ്ഞം പോർട്ട് വന്നതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രി വരും, ഫുഡ് ഇൻഡസ്ട്രി വരും, പെരിഷബിൾ. ഇപ്പം നമുക്ക് വിദേശത്തു നിന്ന് പല സാധനങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട്, ഇപ്പോൾ മാംസം, മത്സ്യം ഇറക്കുമതി ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഈ സെസ്സിൽ ഇവിടെ കാക്കനാട് സെസ്സിനകത്ത് ഞാൻ നേരത്തെ പാർലമെൻറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, പ്രോൺസൊക്കെ വിദേശത്ത് നിന്ന് വരും, ഇവിടുന്ന് അത് റെഡി ടു ഈറ്റ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് തന്നെ അത് എക്സ്പോർട്ട് പ്രൊമോഷൻസ് ആണ്, പുറത്തേക്ക് കൊണ്ടില്ല, അവിടുന്ന് തന്നെ കയറ്റിയിരിക്കും. അപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ടിരുന്ന പല സാധനങ്ങളും നമ്മുടെ ടെക്നോളജി, നമ്മുടെ ലേബർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് അയക്കാം. ചുരുക്കത്തിൽ ഈ വിഴിഞ്ഞം കൊണ്ടിരുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ, എംപ്ലോയ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി ചെറുതല്ല, അതെല്ലാ മേഖലയും ബാധിക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തതിൻ്റെ അസ്ഥിവാരം ഇട്ടതും അടിസ്ഥാനം ഇട്ടതും അല്ലെ ഇലക്ട്രിസിറ്റി മുതൽ പവർ ഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പവർ അല്ല, ഇവിടെ അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല പവർ, നല്ല റോഡ്, നല്ല യാത്രാ സൗകര്യങ്ങൾ, 4 വിമാനത്താവളങ്ങൾ, തുറമുഖം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഘട്ടത്തിലാണ്. അതിനൊപ്പം ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് നമ്മൾ അഹങ്കാരം പറയുകയല്ല, ലോകത്തെ നഗരങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം ഇപ്പം ബ്രോങ്കൽ ഇഷ്യൂസാണ്. ശ്വാസത്തിൻ്റെ പിന്നെ ഓക്സിജൻ്റെ കണ്ടൻറ്റും അതിനകത്തെ ക്ലീൻലിനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമുണ്ട്, നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊല്യൂഷൻ കുറഞ്ഞ 10 നഗരങ്ങൾ 100 എടുത്താൽ 10 നഗരത്തിൽ കൂടുതൽ നോക്കാം. ഒരു നഗരം പോലും അപകടകരമായ സ്ഥിതിയിലേക്കുള്ളതില്ല. ഇതെല്ലാം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. കാരണം വർഗീയതയും വെള്ളവും, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സിനിമ കാണാനും ശാന്തമായി നമ്മുടെ നാട്ടിൽ കൊണ്ട് നടക്കാനും പറ്റുന്നൊരു സാഹചര്യം വേണം. അപ്പോൾ നല്ല അന്തരീക്ഷം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദം എടുത്താൽ, അല്ലെങ്കിൽ ഗൾഫ് ബൂം തുടങ്ങിയ മുതലോ അതിനു മുമ്പ് പണ്ട് സിലോണിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, സിംഗപ്പൂരിലാണ് പോയിക്കൊണ്ടിരുന്നത്. ലോകത്തെല്ലാ സ്ഥലത്തേക്കും ആളുകൾ പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് കേരളം. വാസ്തവത്തിൽ ആദ്യം സൗന്ദര്യം കാണാൻ വേണ്ടി വാസ്കോഡഗാമ വന്ന കപ്പൽ, അവിടുന്ന് യുദ്ധം പ്രാദേശികമായിട്ട് അവിടുത്തെ അറബി കച്ചവടക്കാർ ഇവരും തമ്മിൽ തർക്കമുണ്ടായി, സാമുദ്രിയുടെ ആളുകളായിട്ട് തർക്കമുണ്ടായി, കൊച്ചി വന്നിട്ട് കൊച്ചിയിൽ നിന്ന് പോയ വഴിക്ക് ഇവിടുത്തെ കുറേ പടയാളികളെ കൊണ്ടുപോയെന്നാണ് ചരിത്രം. കൊച്ചിയിൽ നിന്ന് അന്ന് മുതലേ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ ചരിത്രമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രവാസികളുള്ള സ്ഥലമാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ ആളുകൾ, വളരെ വിദ്യാഭ്യാസമ്പന്നരായ ആളുകൾ, അത് അമേരിക്ക എടുത്താലും യൂറോപ്പിലെ ഏത് രാജ്യം എടുത്താലും റഷ്യ എടുത്താലും ചൈന എടുത്താലും ഒക്കെ ഉണ്ട്. നമ്പർ ഏറെയും കുറഞ്ഞും വരും. അപ്പോൾ നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇന്നത്തെ ടെക്നോളജിയുടെ മാറ്റം അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. അതുകൊണ്ടാണ് ധാരാളം ഓഫീസുകൾ, ടെക്നോളജി, ITS മേഖല വരുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഹെവി ഇൻഡസ്ട്രീസും വരാൻ പറ്റും. പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി കേരളത്തിന് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഫോണിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് ഇപ്പം ചെന്നൈയിലോ കർണാടകത്തിലോ ധാരാളമുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ പെരിഫറി വന്നുകൂടാ, പുതിയ തുറമുഖത്തിൻ്റെ? അപ്പോൾ അവിടത്തേക്ക് അത്തരം സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റു ഉൽപ്പാദന കേന്ദ്രങ്ങൾ വരാം. നമുക്ക് വലിയ തോതിൽ റിവേഴ്സ് മൈഗ്രേഷനും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഇവിടെ നമ്മൾ നേരിടുന്ന ആശങ്കാകുലമായ ഒരു കാര്യമുണ്ട്. അത് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാനത് പറയാം. അപ്പോൾ ഈ കേരളത്തിനകത്തേക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, വിജ്ഞാനാധിഷ്ഠിതമായ ഒരു സമൂഹമായതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്. ലോകത്ത് എല്ലായിടത്തേക്കും പോയിരുന്ന ആളുകൾ തിരിച്ച് ഇവിടേക്ക് വരാൻ പറ്റും. ഈ പറഞ്ഞ പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് കാനഡയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ പോയത് ജോലിക്ക് വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടി മാത്രമല്ല. അവിടെയൊക്കെ ഒരു സാച്ചുറേഷൻ ആയിട്ടുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. വേൾഡ് ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷനും നമ്മുടെ ഇവിടെ കൂടുതൽ ശക്തമായിട്ട് അടിയുറച്ച് നിൽക്കുന്നതിന് താല്പര്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സഹായകരമാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതാണ് നോളജ് എക്കണോമിയുടെ ബേസ്. അപ്പം കിഫ്ബിയും അടിസ്ഥാന സൗകര്യം വളരെ പ്രധാനമാണ്. പക്ഷേ അതിൻ്റെ ഒരു സൂപ്പർ സ്ട്രക്ചറായിട്ട് വരണമെങ്കിൽ ഇത് വേണം. ഞങ്ങൾ സയൻസ് പാർക്കുകൾ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു, ബഡ്ജറ്റുകൾ ഗ്രഫീൻ അനൗൺസ് ചെയ്തിരുന്നു. സയൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ 200 കോടിയൊക്കെയാണ് ഒരു സയൻസ് പാർക്കിന്റെ ട്രാൻസ്ലേഷൻ ലാബുകൾ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. റിസർച്ച് മാത്രം പോരാ, അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കണം, പ്രൊഡക്റ്റിൽ നിന്ന് കൊമേഴ്സ്യൽ പ്രൊഡക്റ്റ് ആക്കണം.
എന്നാലേ ഇതാവും. അല്ലാതെ റിസർച്ച് അക്കാഡമിക് റിസർച്ച് ഫോർ അക്കാഡമിക് റിസർച്ച് മാത്രം പോരാ. ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് വലിയ തോതിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ നോളജ് എക്കോണമിയുടെ കാര്യം പറഞ്ഞത്. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞ ചില മേഖല അല്ല, എല്ലാ മേഖലയും എടുക്കാം. ടൂറിസത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥലങ്ങളുണ്ട്, ഹോസ്പിറ്റൽ, നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതയുണ്ട്, എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പുറത്തുനിന്ന് ആൾ വരാം. ഞാൻ ഇന്നൊരു ഉദാഹരണം പറയാം. എൻ്റെ പരിചയമുള്ള ഒരു 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 യുവതി, അവർ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പാർക്കിൽ പോയപ്പോഴത്തേക്ക് ഒരു പൂച്ച വന്നിട്ട് മാന്തിയിട്ട് പോയി. അവിടുത്തെ ഹോസ്പിറ്റലിൽ അവർ അന്വേഷിച്ചു. വാക്സിൻ കിട്ടും, പക്ഷെ 1 മാസം വെയിറ്റ് ചെയ്യണം. കേരളത്തിൽ 1 മാസം വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വാക്സിൻ്റെ കാര്യം നമുക്കറിയാം. അവർ ഫ്ലൈറ്റ് പിടിച്ചിന്ന് രാവിലെ നെടുമ്പാശ്ശേരി വരും. ഞാൻ പറഞ്ഞത് സൗദിയിലെ ആ ഒരു സ്റ്റേറ്റ് ഞാൻ പറയല്ല, ഇംഗ്ലണ്ട് നോക്കിക്കോ, അമേരിക്ക നോക്കിക്കോ, കാനഡ നോക്കിക്കോ, 2 പല്ല് പോടടയ്ക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു വിമാനം പിടിച്ചുകൂടെ വന്നിട്ട് പോകും. കാരണം അത്ര കോസ്റ്റ്ലി അവിടെ. അപ്പോൾ എല്ലാ തരത്തിലും ജീവിത ചെലവും നോളജിൻ്റെ അടിസ്ഥാനവും മര്യാദയ്ക്കുള്ള സാഹചര്യവും ക്ലൈമറ്റും എല്ലാം നമുക്കുണ്ട്. ഒരു കേരളീയൻ എന്ന നിലയിൽ മിഥ്യാഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നതല്ല. കേരളത്തിന് ഈ ഇത്രയും നല്ല സാധ്യതകളുണ്ട്, ഇനിയും പറയാനേറെയുണ്ട്. ഇതിനെ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി അതിനൊപ്പം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു 10-15 കൊല്ലം മുമ്പ് വരെ കുറേ വർഷങ്ങളായി കേരളത്തിലെ പോപ്പുലേഷൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ 70കൾ മുതൽ ഇങ്ങോട്ട് ഒരു വർഷം ഒരു 6 ലക്ഷം പേരാണ് 1ാം ക്ലാസ്സിൽ ചേരുമായിരുന്നു. അത്രയും കുട്ടികളുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ വർഷം അത് 2,98,000 ഈ വർഷം വീണ്ടും 16,000 കുറഞ്ഞു എന്നാണ് പ്രാഥമിക കണക്ക് കണ്ടത്. അപ്പം 6 ലക്ഷം കുട്ടികളുണ്ടായിരുന്ന സ്ഥലത്ത് 2,80,000 വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ച പൊതുവിൽ ചില സ്റ്റേറ്റുകളിൽ നല്ല കുറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു അപകടം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നാടുകളിൽ കുട്ടി കുറയും. അച്ഛനും അമ്മയും അപ്പനും അമ്മമ്മയും മാത്രം വീടുകളിലാവുകയും ഒരു കുട്ടിയോ അരക്കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടിയോ ഒരു കുട്ടിയൊക്കെയാണ്. ഇവർ വിദേശത്തേക്ക് പോവുകയും നാട്ടിലില്ലാതെ ഒരു ചെയ്യും. അവർക്കുണ്ടാകുന്ന അവർക്കും മാനസിക സംഘർഷമുണ്ട്. അവർ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർക്കല്ലാതെ ഈ ആദ്യം ഒന്ന് പോകുമ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തൊക്കെ പോകുന്നതിന് സന്തോഷം തോന്നും. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചികിത്സയ്ക്ക് പോലും ഇംഗ്ലണ്ടിലാണെങ്കിൽ ഫാമിലി ഡോക്ടറുടെ ക്യൂവിൽ അല്ലെങ്കിൽ കാനഡയിലാണെങ്കിൽ മാസങ്ങളോളം നിൽക്കണമെന്നുള്ള പ്രശ്നമൊക്കെ പ്രായോഗികമായി അനുഭവപ്പെടും പിന്നീട് പ്രായമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ നാടിനെ കുറച്ചുകൂടെ നല്ലതാക്കുക എന്നുള്ളത് നമ്മളെല്ലാം കൂടി ചേർന്ന് ചെയ്യേണ്ട കാര്യമാണെന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ജനസംഖ്യ ഒരു ചെറിയ പ്രശ്നമല്ല. ജനസംഖ്യ കുറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്ത എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ആർട്ടിഫിഷ്യലായിട്ട് സംവിധാനങ്ങളൊക്കെ വരും. വീട്ടിലെല്ലാ ജോലിയും ചെയ്യാനായിട്ടുള്ള റോബോട്ട് വരാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാം, ഒക്കെ വരാം. പക്ഷെ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ടച്ച്, മകനും അമ്മയും അച്ഛനും അമ്മൂമ്മയും മക്കളും അല്ലെങ്കിൽ അയലത്തുകാരനും നെയ്ബർഹുഡും ഒക്കെ മനുഷ്യനുണ്ടെങ്കിലേ പറ്റൂ. ആ മനുഷ്യൻ്റെ ആസ്പെക്റ്റ് വളരെ പ്രധാനമായി ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഹ്യൂമൻ സോഷ്യൽ ആസ്പെക്റ്റ് കാണാത്ത ഒരു ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ ഇതൂടെ കാണണം. ഞാൻ ഇക്കാര്യം നിയമസഭ പറയുമ്പോൾ ചില MLA-മാർ പ്രതിപക്ഷ MLA-മാരാണ് ഈ കേരളത്തിൽ ആർക്കും പഠിക്കാൻ പറ്റുന്നില്ല, കേരളത്തിൽ ആളുകൾ നിൽക്കുമോ, എവിടേക്കും പോവാണ്, എന്താണ് കേരളം തകർന്നു, കേരളത്തിലൊന്നുമില്ല എന്നൊക്കെയാണ് പ്രചരണം. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിനകത്തൊരു ആശങ്കയും വേണ്ട. 2 കാരണം കൊണ്ടാണ് കേരളത്തിലെ ആളുകൾ പുറത്തേക്ക് പോകുന്നത്. ഒന്ന്, കേരള സ്റ്റുഡൻസ് ക്യാൻ സ്റ്റഡി ഇൻ എനി യൂണിവേഴ്സിറ്റി or they can work anywhere because the compatibility of Kerala students is same or better than many other places. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാ, മീറ്റർ ഗേജിൽ കൂടെ ഓടുന്ന ട്രെയിൻ ബ്രോഡ് ഗേജിൽ ഓടില്ല. ബ്രോഡ് ഗേജിൽ ഓടുന്ന ട്രെയിനെ ബ്രോഡ് ഗേജ് വീണ്ടും ഓടും. അപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഒരു ബ്രോഡ് ഗേജ് ആണ്. ഈ ബ്രോഡ് ഗേജിൽ നിന്ന് കാനഡയിലോ അമേരിക്കയിലോ പിന്നെ യൂറോപ്പിലെയോ ഏത് രാജ്യത്ത് പോയാലും മലയാളി സ്റ്റുഡൻസിന് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മൾ കുറച്ച് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ പേരൻസിനും കേരളത്തിലെ സിസ്റ്റത്തിനും ഈ കുട്ടികളെ പുറത്തയക്കാൻ പറ്റുന്ന വരുമാനമുണ്ട്. ലോൺ എടുത്തായാലും അല്ലാതെയും ഒക്കെ അയക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ മാത്രമല്ല, അത് റീപേ ചെയ്യുമെന്നുള്ളതുകൊണ്ടാണല്ലോ ആളുകൾ കൊടുക്കുന്നത്. അപ്പം ഈ 2 കാര്യം കൊണ്ട് കേരളത്തിൻ്റെ നേട്ടം നമ്മൾ കുറച്ച് കാണുന്നത്. കേരളത്തിലെല്ലാം പോയി അതുകൊണ്ട് എല്ലാവരും പുറത്തു പോകുന്നതല്ല. കേരളക്കാർക്ക് പുറത്തു പോയി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനുള്ള താല്പര്യം മാത്രമല്ല, അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്, അതിനോട് ഫിനാൻഷ്യൽ ബാക്കിങ്ങും ഉണ്ട്. ഇത് ഒരു കാര്യമാണെങ്കിലും അവിടെ പോയി ഇപ്പോൾ പലയിടത്തും പോയി സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുകയാണ് പല ആളുകളും. അവരൊന്നും അവിടെ നിന്നാൽ പോരാ. പല ആളുകളും പക്ഷേ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവായ കാര്യം പറയട്ടെ, ധാരാളം ആളുകൾ പുറത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അന്തരീക്ഷം, വ്യവസായ അന്തരീക്ഷം, പൊതുവിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള അന്തരീക്ഷം മാറിയിട്ടുണ്ട്. അത് ആധുനിക വ്യവസായം മാത്രമല്ല, സർവീസ് ഇൻഡസ്ട്രിയും ടൂറിസത്തിന് ഉൾപ്പെടെയുള്ള സർവീസ് ഇൻഡസ്ട്രിയും ഹോസ്പിറ്റലും ഒക്കെ ആ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയെ തന്നെ ബന്ധപ്പെട്ട് ധാരാളം വ്യവസായങ്ങൾ വരുന്നുണ്ട്.
ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന കമ്പനി നടത്തുന്ന ചെറുപ്പക്കാരന് 70 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. ഞാൻ ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാം പരമാവധി ആൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൊച്ചിയിൽ 16 കോടി രൂപയ്ക്ക് ഒരു കാറ് മേടിച്ചു ഒരു വ്യവസായി എന്നൊരു വാർത്ത കണ്ടതുപോലെ. അപ്പോൾ അത്രയും വ്യവസായം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ കാരണം. അപ്പോൾ 70 കോടി രൂപ ഒരു ഉപ്പേരി മാത്രം, ഏത്തക്ക ഉപ്പേരി മാത്രം ഉണ്ടാക്കുന്ന ഒരു മലയാളിയുടെ കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ ബിസിനസ് എത്ര ആയിരിക്കും? അപ്പോൾ അതിൻ്റെ സാധ്യതയാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ചാലക്കുടിയിലൊരു IT പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവരെ ബഡ്ജറ്റ് ഞാൻ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും 2 പേര് ചേർന്നതാണ്. ജോബിൻ ആൻഡ് ജിസ്മി എന്ന കമ്പനിയുടെ പേര്. അപ്പോൾ അവർ ചാലക്കുടിയിൽ ഇവിടെ കൊരട്ടി IT പാർക്കിൽ വർക്ക് ചെയ്തിട്ട് ചാലക്കുടിയിൽ ഒരു 10-200 പേര് വർക്ക് ചെയ്യുക. ആദ്യം ചെറിയൊരു പാർക്ക് തുടങ്ങി, 200 പേര് വർക്ക് ചെയ്യാവുന്ന ഒരു പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങി അതിന് ഉദ്ഘാടനത്തിനാണ് പോയത്. സുൽത്താൻ ബത്തേരിയിൽ ഇങ്ങനെ 10-200 പേര് വർക്ക് ചെയ്യുന്ന IT പാർക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഇന്നലെ കണ്ണൂരായിരുന്നു, മൈസോൺ, അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. റീജിയണലായ സ്ഥലങ്ങളിൽ ഇത് വരും. ഇപ്പം എൻ്റെ മണ്ഡലമായ കൊട്ടാരക്കര സോഹോ എന്ന് പറയുന്നത് വളരെ വലിയ അന്തർദേശീയമായ ഒരു കോർപ്പറേഷനാണ്. അവർ ഗൂഗിൾ പോലെ സ്വന്തം മെയിലും സാധനവും പ്രൊഡക്ട്സ് ആണ് അവരുടെ. അവരവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരത് പഠിച്ചിട്ടായിരിക്കും. 2-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവരുടെ 250 പേര് വർക്ക് ചെയ്യുന്ന IT പാർക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. ശ്രീധർ വെമ്പുവും ടോണി മറ്റുള്ളവരെല്ലാം ചേർന്നവരെല്ലാം വരുന്നുണ്ട്. അത്ര ഒരു കമ്പനി അവിടെ വരണമെങ്കിൽ പ്രത്യേകിച്ച് അവർ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പല മേഖലയിൽ അവർ ചെയ്യുന്നത്, റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവരുടെ R&D ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ ചെറിയ നഗരങ്ങളിലും വരിക എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയുണ്ട്. അവിടെയാണ് ഞാൻ ഈ കരിയർ വുമൺ ഈ ബ്രേക്ക് വന്ന കരിയർ വുമൺ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും മാത്രം വീട്ടിലാവുക, കല്യാണം കഴിക്കുമ്പോൾ കുട്ടികളുണ്ടാവും, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം, ഇതൊക്കെ വരുമ്പം പലരും ജോലി വിട്ട് നാട്ടിൻ പുറത്തേക്ക് വരേണ്ടി വരുന്നുണ്ട്. അവർ എറണാകുളത്തൊരു ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരക്കാർ വരില്ല, അല്ലെങ്കിൽ തൃശ്ശൂർക്കാർക്ക് അങ്ങ് പിന്നെ കോഴിക്കോടും ചെന്നൈയിലും പോയിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ദൂരെ പോയി നിൽക്കാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ വീടിൻ്റെ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ അടുത്ത് പോയി വരാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അവിടെയാണ് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതും ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഫാസ്റ്റായിട്ട് വരികയാണ്. ഇത്തരം സംഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ പലപ്പോഴും പരാമർശിച്ചിട്ടാണ് വി കൺസോൾ എന്നൊക്കെ പറയുന്ന ജോയ് സെബാസ്റ്റ്യൻ. ശരിക്കും അത് പിന്നെ ആലപ്പുഴയുടെ കുറച്ചുകൂടി ഇപ്പോൾ കഞ്ഞിക്കുഴി ഭാഗത്താണ്, ഇന്റീരിയർ സ്ഥലത്താണ്, അരൂരിനടുത്താണ്. ധാരാളം ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധ്യത ഉപയോഗിച്ച് കേരളത്തിലെ നോളജ് എക്കോണമി തന്നെയാണ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും റിസർച്ചും ഡെവലപ്മെൻറ്റിനുള്ള സൗകര്യം എല്ലാം വേണം. അത് കഴിഞ്ഞ് ഇതിനെ വലിയ തോതിലേക്ക് കുതിച്ചു ചാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. ആ സാഹചര്യത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നോളജ് എക്കോണമി ബേസ് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങൾ, എല്ലാ കാലത്തും നോളജ് എക്കോണമി ഉണ്ട്. ഞാൻ ഈ പുതിയൊരു കാര്യമാണ് നോളജ് എക്കോണമി എന്ന് പറഞ്ഞില്ല. നോളജിൻ്റെ വ്യത്യാസം വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളുണ്ട്. മനുഷ്യൻ തീ കണ്ടുപിടിച്ചതും പിന്നെ വീലുള്ള വണ്ടി കണ്ടുപിടിച്ചതും ഒക്കെ നമ്മൾ ഇപ്പോഴത്തേക്കാളും എത്രയോ വലിയ വിപ്ലവമാണെന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡിസ്റ്റൻസ് ഒരു പ്രധാന പ്രശ്നമല്ലാതെ മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നോളജ് റെവല്യൂഷൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിനകത്ത് നമുക്ക് ലോകത്ത് ഏത് സ്ഥലവുമായിട്ടും കോമ്പീറ്റ് ചെയ്യാനും അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലേക്കുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഉപയോഗിക്കാൻ കേരളത്തിന് പറ്റും. വലിയ മാറ്റമായിരിക്കും കേരളത്തിന് ഭാവിയിൽ ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് എൻ്റെ ധാരണ. ഈ കൊട്ടാരക്കരയിലെ സോഹയുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീധർ വെമ്പുമായിട്ട് മിനിസ്റ്റർ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു, സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെക്കൻഡ് ടയർ സ്വഭാവമുള്ള സ്ഥലത്തേക്ക്, നേരത്തെ ഈ പറഞ്ഞ കോവിഡിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു വർക്ക് നിയർ ഹോം എന്നുള്ളത്. ഇതൊക്കെ ഈ പറഞ്ഞൊരു നമ്മുടെ നോളജ് എക്കണോമി എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ IT പാർക്കുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ഈ പറയുന്ന ഇൻഡസ്ട്രി ഗ്രോത്തിനെ മാറുന്നു എന്നുള്ള സാഹചര്യം. ഈ പറയുന്ന ഈ സോഹോയുടെ ക്യാമ്പസിനെ ഒരു പരീക്ഷണാത്മക സ്വഭാവത്തിലാണ് കാണുന്നത്. അത് ഇവിടുത്തെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക്, മറ്റ് ക്യാമ്പസുകളിലേക്കൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നഗരങ്ങളിൽ നിന്ന് മാറി ഈ അവരവരുടെ ഗ്രാമങ്ങളിൽ പോലും, കാരണം തമിഴ്നാട്ടിൽ അവർ അത്ര ഒരു പരീക്ഷണം നടത്തി വിജയിച്ച സംഗതി കൂടി മുന്നിലുണ്ടല്ലോ. ആ രീതിയിൽ കൂടിയാണല്ലോ സോഹയെ കാണുന്നത്. ഈ സോഹോ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വികസനം മാതൃകയ്ക്ക് ഒരു നല്ല ഒരു മോഡലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് കേരളത്തിൽ ഈ വർക്ക് ഫ്രം ഹോം വന്നല്ലോ കോവിഡ് സമയത്ത്. അപ്പോഴാണ് ആദ്യമായിട്ട് വലിയ ജാർഗൺസ് ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്കും വലിയ ഈ വേറെ ടെക്നോളജി ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പല ലോക രാജ്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ അവരുടെ വില്ലേജുകളിലേക്ക് വന്ന് ജോലി ചെയ്യാൻ വന്നു. ആകെ ഒരു പ്രശ്നം, വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇതൊരു ജോലിയാണെന്ന് ചുറ്റുമുള്ളവർക്ക് തോന്നത്തില്ല. പക്ഷേ പലയിടത്തും കാണാം, ഇവർ ഈ അമേരിക്കൻ ടൈമിലാണെങ്കിൽ ഇവിടെ അത് അടച്ചുപൂട്ടിയിരിക്കും.
അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അപ്പോൾ ഇവനെന്തിനാ കമ്പ്യൂട്ടറിൽ കളിച്ചോണ്ടിരിക്കുന്നത്, ഇവനെന്താ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ അച്ഛനമ്മ ചോദിച്ച ഉദാഹരണങ്ങൾ എനിക്കറിയാം. പക്ഷെ ആ ഒരു എവിടുന്ന് നമുക്ക് ചെയ്യാവുന്നൊരു ധാരണ വന്നു. കേരളത്തിൻ്റെ പ്രത്യേകത, ഇനിയിപ്പോൾ അമേരിക്ക എടുത്താൽ പോലും നിങ്ങൾക്ക് അവിടുത്തെ വിദൂര പ്രദേശങ്ങളിൽ ഇടയ്ക്ക് തടസ്സം ഉണ്ടാവാത്ത ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടും, പവർ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്റർനെറ്റ് കണക്ഷൻ എന്തായാലും കിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ കണ്ടല്ലോ, 99% കേരളത്തിലെ ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി അല്ലെങ്കിൽ പെനട്രേഷൻ. ഇന്ത്യയിൽ എവിടെ ഇല്ലത്, ഡൽഹി നഗരത്തിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ഏത് സ്ഥലത്തുനിന്നും നമുക്ക് ചെയ്യാം. കോവിഡ് സമയത്ത് ഞങ്ങൾ മന്ത്രിമാരെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ സ്കൂളും ഓൺലൈൻ നമുക്ക് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പം പ്രശ്നമുണ്ടായിരുന്നത് കുറേ ആദിവാസി ജില്ലകളും കുറച്ച് ഹില്ലി ഏരിയകളിലും ഒക്കെയുള്ള മേഖലകളുണ്ടായിരുന്നു. അവിടെ പോലും കണക്ടിവിറ്റി കൊടുക്കുകയും ഈ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഇതുമല്ല വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഏത് സ്ഥലത്തും അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. പിന്നെ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ എല്ലാ സ്ഥലവും നമുക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോഴും കേരളം സിറ്റീസ് അർബൻ സെൻട്രിക് ആയിട്ടുള്ള മാത്രമല്ല, നമ്മൾ എല്ലാ സ്ഥലത്തും ആളുകൾ താമസമുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ജോലി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള സാധനം ഡെവലപ്പ് ചെയ്താണ് വർക്ക് നിയർ ഹോം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വെച്ചതും അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങി. 1-2 സ്ഥലത്തായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ പാർക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സോഹോയുടെ കാര്യത്തിനകത്ത് ഞങ്ങൾ ഈ കാര്യം നോക്കിയപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിനെ സംബന്ധിച്ച് തിരുവനന്തപുരം, എറണാകുളവും കോഴിക്കോട് മാത്രമല്ല, കോഴിക്കോട് തന്നെ കഴിഞ്ഞ VS ഗവൺമെൻറ് സമയത്താണ് ആദ്യ പാർക്ക് തുടങ്ങുന്നത്. അന്ന് വിജയിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്ന ആൾക്ക്. അന്ന് ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് എനിക്കറിയാം. ഞങ്ങളവിടെ ആദ്യമായിട്ട് അത് തുടങ്ങുമ്പം ഒരു റിസ്ക് എടുത്താണ് തുടങ്ങുന്നത്. മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ആശങ്ക ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി. ഇപ്പോൾ കണ്ണൂർ IT പാർക്കും കൊല്ലം IT പാർക്കും തന്നെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്തതൊക്കെ വരികയാണ്. അപ്പോൾ എങ്ങനെ ഇത്തരം ഒരു കാര്യം ഈ നാട്ടുമ്പുറത്ത് ചെയ്യാൻ പറ്റുന്നതിന് എങ്ങനെ പറ്റും? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ശ്രീധർ വെമ്പുവിൻ്റെ സോഹോ, അദ്ദേഹം കുറച്ച് ഈ റൂറൽ ഡെവലപ്മെന്റിന്റെ ഞങ്ങളവിടെ പോയി. അദ്ദേഹം നേരത്തെ അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് വന്നിരുന്നു, എറണാകുളത്ത് ഒരു പരിപാടിക്ക് വന്നിരുന്നു. അന്നേരം ഞങ്ങൾ ഓൺലൈനായിട്ട് സംസാരിച്ചു. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു. പിന്നീട് മുഖ്യമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിന് പോയപ്പോൾ ഞാനും ആ പ്രാവശ്യം ഉണ്ടായിരുന്നു. ലോക കേരള സഭയുടെ പരിപാടിയും ക്യൂബേപ്പ് എന്ന പരിപാടിയൊക്കെ ആയിട്ട് വേൾഡ് ബാങ്കുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അന്നും അവരുടെ ആളുകളുമായിട്ട് അവിടെ സംസാരിച്ചു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളിവിടേക്ക് വരണം, പിന്നെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പൂർണ്ണമായിട്ടും അവരുടെ തെങ്കാശി ക്യാമ്പസിൽ പോയിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ തെങ്കാശി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ +2 കഴിഞ്ഞുള്ള കുട്ടികളെ പോലും ഇവർ പരിശീലിപ്പിച്ചിട്ട് അവിടെ പ്രത്യേക വർക്കിംഗ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അവരെ കൊണ്ട് ഇത് പരിശീലിപ്പിച്ചാൽ ചെയ്യാൻ പറ്റും. +2 ഇന്ന് ഏറ്റവും ഡൗൺ റോഡനായിട്ടുള്ള ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും തെങ്കാശിയിൽ നിന്ന് വാസ്തവത്തിൽ കൊട്ടാരക്കരയ്ക്ക് വരണമെങ്കിൽ ഒരു 10-50 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് സാധാരണ അവർ തിരുവനന്തപുരം എയർപോർട്ടാണ് അവർക്കടുത്ത്. തിരുവനന്തപുരം എയർപോർട്ടിൽ പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. എന്ന് മാത്രമല്ല കൊട്ടാരക്കരയിൽ നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ എത്താൻ ഏറ്റവും നല്ല റൂട്ടാണ്. അതിലെ വന്ന് നോക്കി നിങ്ങളവിടുത്തെ സൗകര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു വന്ന് 1-2 പ്രാവശ്യം അവർ ആ സ്ഥലത്ത് വന്ന് നോക്കി. പിന്നെ അവരുടെ ടീം അവിടെ പഠിച്ച് ഇതിന് പറ്റുന്ന ഒരു ആളുകളുണ്ടെന്നുള്ളത് വേണമല്ലോ പറ്റുന്നത്. അതിനുള്ള ടീമൊക്കെ നോക്കിയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു R&D സെൻ്ററായിട്ടാണ്. അത് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതിനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി കൊടുത്തു. IHRD ക്യാമ്പസിൽ ഒരു പഴയ കെട്ടിടം റീഫർബിഷ് ചെയ്ത് ഒരു R&D സെൻറ്റർ നമ്മൾ തയ്യാറാക്കി കൊടുത്തു. ചെറിയൊരു സെൻറ്റർ ആണെങ്കിലും 50 പേരെയാണ് അവർ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ 9,000 പേരാണ് വന്നത് കേട്ടോ. അത്രയും പേരുണ്ട്. അവർ നോക്കിയിട്ട് 50 പേരെ ആദ്യം സെലക്ട് ചെയ്തു. പക്ഷെ അത് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി തന്നെ അതൊന്ന് തുറന്നു കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിയോട്. മുഖ്യമന്ത്രി അന്ന് കൊട്ടാരക്കര 1-2 പരിപാടി ആ ഭാഗത്തുള്ള പരിപാടിക്ക് വന്നപ്പോഴാണ് അന്ന് മുഖ്യമന്ത്രി തന്നെ 50 പേരുള്ള ഒരു ചെറിയ R&D സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ചെയ്യുന്ന അവരാരും പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷേ മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും ഇത്തരം കാര്യങ്ങളുടെ ഭാവി വളരെ പ്രധാനമാണല്ലോ. ഇതുപോലൊരു സെൻറ്റർ വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് അവിടെ വന്നത്. അപ്പോൾ അവർ തന്നെ വളരെ ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും നമ്മുടെ ലോക്കൽ സപ്പോർട്ടും ഭയങ്കരമായിട്ട് അവർക്ക് മനസ്സിലായി കേരളത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ല എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന കേപ്പബിളായ ആളെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് കിട്ടിയ 2 ബാച്ച് ആളുകളെ അവരെടുത്തു, അവർക്കത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമയത്താണ് നമ്മൾ അവിടെ തന്നെ പിന്നെ തുടരണം എന്നുള്ള ഒരു താല്പര്യം അവർക്കും തോന്നി, കൊള്ളാം ഇവിടെ ആളെ കിട്ടും. അങ്ങനെയാണ് അവരൊരു IT പാർക്ക് അവിടെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന 250 പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് അവിടെ ഫിനിഷ് ചെയ്തു. അതിലേക്കാണ് ഇപ്പോൾ അവർ പുതുതായിട്ട് വരുന്നത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്ന R&D ഈ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക്സ് തുടങ്ങിയ പല മേഖലകളിലെ AI ടെക്നോളജി, റോബോട്ടിക്സ് ഇതൊക്കെ സംബന്ധിച്ചുള്ള റിസർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് അവർ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കമ്പനി അവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടും ചില സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ
നേരത്തെ ബഡ്ജറ്റിൽ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, വർക്ക് നിയർ ഹോം. കൊട്ടാരക്കരയിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള BSNLന്റെ ഒരു ബിൽഡിംഗ്. BSNL ഇപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് കുറച്ചതുകൊണ്ട് അവരുടെ ഒരു ബിൽഡിംഗ് അധികം വന്ന് അവർ വാടകയ്ക്കോ പാട്ടത്തിനോ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഗവൺമെൻറ്റാണ് അത്. നമ്മുടെ KDISC എന്ന് പറയുന്ന സ്ഥാപനമാണ് വർക്ക് നിയർ ഹോമിൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് അവരെടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുകയാണ്. ഊരാളുങ്കലാണ് അതിൻ്റെ ഫിനിഷിങ് നടത്തുന്നത്. അവിടെ ഒരു 10-200 പേർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സോഹോ വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ചേർന്ന് ഇതിന് അത് ടൗണിൽ തന്നെയാണ്, മറ്റേത് അടുത്തടുത്താണ്. ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചില കമ്പനികൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും മറ്റ് സ്ഥാപനങ്ങൾ വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് കണ്ണൂർ, കൊട്ടാരക്കര, കൊല്ലം IT പാർക്കുകളും കൂടി അനൗൺസ് ചെയ്തു. വളരെ വലിയ പാർക്കല്ല, പാർക്ക് ചുമ്മാ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാലൊന്നും ആൾ വരത്തില്ല. ആൾ വന്നാലേ ഇത് നടക്കും, ഇത് കൊമേഴ്സ്യലി നടക്കേണ്ടതാണ്. പക്ഷേ ഇത് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അതിനൊപ്പം നമ്മുടെ IITയുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡ്രോൺ പാർക്ക്, നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസമാണ്, ഒരു ഡ്രോൺ പാർക്ക് നമുക്ക് കൊട്ടാരക്കരയിൽ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ അതും അനുവദിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നടക്കുക. അപ്പം ഇപ്പോൾ ഡ്രോൺ ഇപ്പോൾ ദിവസവും യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം വാർത്ത വരുന്നുണ്ട്. പക്ഷെ ഡ്രോണിൻ്റെ സാധ്യതയും വളരെ വലുതാണ്. ഡ്രോണിൻ്റെ സാധ്യത ഇപ്പോൾ പിന്നെ തുരിശടിക്കാനും മരുന്നടിക്കാനും ചെറിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 10 വർഷത്തിനകം, 5 വർഷത്തിനകം, ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 വർഷത്തിനകം എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, നിങ്ങൾക്ക് കാക്കനാട് നിന്ന് പിന്നെ തൃശ്ശൂർ പോകണമെങ്കിൽ ഡ്രോണിൽ പോകാമെന്ന്. ഞാൻ ഡ്രോൺ ടാക്സീസ് വരും. ഇപ്പം തന്നെ വേറെ തരം ടാക്സീസ് വന്നിട്ടുണ്ട്, എയർ ടാക്സീസ് വന്നിട്ടുണ്ട്. റോഡിലോടുന്ന കാറുകൾക്ക് പകരം ഈ കൂടുതൽ ഇങ്ങനെ ഉള്ള ഡ്രോൺ പോലുള്ള കാര്യം വരും. അപ്പോൾ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ വിനാശകരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് വേറൊരു കാര്യമാണ്. പക്ഷെ വലിയ തോതിൽ നമുക്ക് സാധ്യത ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള എങ്ങനെ ചിന്തിക്കുന്നു അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ വരും. ആളുകൾ ഇന്ന് ആ മേഖല റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡ്രോൺ റിസർച്ച് പാർക്കിൻ്റെ ഒരു ചെറിയ ഒരു കേന്ദ്രവും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരിടത്തല്ല, ഇപ്പോൾ ഓരോ സ്ഥലം എടുത്താലും എനിക്കറിയാവുന്നത് ഓരോ സ്ഥലത്തെയും പറയാനുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്പേസിൻ്റെ ധാരാളം കാര്യങ്ങൾ, ട്രസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ വിളപ്പിൽ ശാലയിൽ വരുന്ന EV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കൺസോർഷ്യം, ഗ്രഫീൻ്റെ, നേരത്തെ ഗ്രഫീനിലെ ബഡ്ജറ്റിൽ ആദ്യ പ്രാവശ്യം വെച്ചിരുന്നു. ഗ്രഫീൻ സെൻറ്റർ ഇൻഡസ്ട്രീസുമായി ചേർന്നിട്ടുള്ളൊരു ഗ്രഫീൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താവുന്ന ഒരു കേന്ദ്രം ഒറ്റപ്പാലത്ത്. അതിൻ്റെ ബേസിക് റിസർച്ചും അതിൻ്റെ ലാബും എല്ലാമായിട്ട് ചേർന്ന സൗകര്യം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കകത്ത്, ഡിജിറ്റൽ ഹബ്ബ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ സ്പൈസസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇൻഡസ്ട്രിയും യൂണിവേഴ്സിറ്റീസും ആയിട്ടുള്ള കൊളാബറേഷൻ, ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ സെൻറ്ററിലും വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളെടുത്ത് പറയാനുള്ള ഡെവലപ്മെൻറ്റ് ഈ ഹൈ എൻഡ് റിസർച്ചിലും പ്രൊഡക്ഷനിലും നമ്മുടെ പുതിയ തലമുറ ഈ കാര്യത്തിനകത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ബഡ്ജറ്റ് വഴി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം, ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഞാൻ പറയാം. ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തു. എന്താ ന്യൂ ഇന്നിങ്സ്? നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയാറുണ്ട്, പുതിയ ചെറുപ്പക്കാർ അവരുടെ ആശയങ്ങൾ. എന്നാൽ സർവീസിലിരുന്നിട്ട് ധാരാളം ആശയങ്ങളുണ്ട്. അത് ഒന്നി റിട്ടയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു 50കളിലെത്തിയിട്ട് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്, അത്യാവശ്യം എനിക്ക് വരുമാനവും ജോലിയും ഒക്കെ സമ്പത്തൊക്കെ ഉണ്ട്, ഇനിയും ഇങ്ങനെ 2 തരത്തിലാണ്. ഒന്ന്, ഒരു ബിസിനസ്സിലേക്ക് പോകാം. 2, ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നോവേഷൻ ചെയ്യാം, ഡെവലപ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് ഒരു ടോക്കൺ കുറച്ച് പണം ഇപ്പോൾ വെച്ചു. അതിപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ പ്രയോഗത്തിൽ വരും. അതിനകത്ത് ചില മേഖലയിൽ ആളുകളുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ ചില ആളുകൾ കഴിഞ്ഞ ദിവസം എന്നോട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞത്, ഈ ഒരു സ്ത്രീ, അവർ 59-60 വയസ്സുണ്ട്, അവർ ഈ പിന്നെ റോൾഡ് ഗോൾഡ് പോലുള്ള സാധനങ്ങൾ അവർ തന്നെ സർക്കാർ സർവീസിലായിരുന്നു, അവർ റിട്ടയർ ചെയ്ത ശേഷം അതൊരെണ്ണം തുടങ്ങി, നല്ല സക്സസ്ഫുള്ളായി പോകുന്നു. അവരത് ചെയ്യാൻ കാര്യം, ഏതോ ഒരെണ്ണം അവരുടെ ബന്ധു മേടിച്ചിട്ടപ്പോഴത്തേക്ക് അതിനകത്ത് അലർജി വന്നു. അതുകൊണ്ട് നല്ല വൃത്തിയുള്ളത് ചെയ്യാൻ വേണ്ടി നല്ല സക്സസ്ഫുള്ളായി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ബിസിനസ്സിലേക്ക് ആ ഏജ് വരുമെന്ന് പറഞ്ഞാൽ സാധാരണ ആരും വിശ്വസിക്കില്ല. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ VSSCയിലെ ഒരു എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തൊരു കക്ഷി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു ബാറ്ററി, ഇപ്പോൾ ഉള്ള സോളാർ ബാറ്ററിയുടെ ലൈഫ് 10 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള സൗകര്യം വേണം. അപ്പോൾ ടെക്നോ പാർക്കുകാരെ ഒന്ന് പരിചയപ്പെടുത്തണം, അവിടുത്തെ സോളാറിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ വേറെ 2-3 പേരും ഇതുപോലെ തന്നെ ഇതേപോലെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തവരും റിട്ടയർ ചെയ്തവരൊക്കെ ഉണ്ട് ഇത് സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ചില ഇൻഡസ്ട്രീസിൽ. അപ്പോൾ അവർ വാസ്തവത്തിൽ അവർക്കൊരു സൗകര്യം കിട്ടിയാൽ ചിലപ്പോൾ ഒരു വളരെ റിമാർക്കബിളായ ഒരു മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു കണ്ടുപിടുത്തമായിരിക്കും അവർ കണ്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ന്യൂ ഇന്നിങ്സ് എന്ന ഒരു പദ്ധതി ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ചു.
ആദ്യമേ ഞാൻ ബഡ്ജറ്റ് എഴുതിയ സമയത്ത് സെക്കൻഡ് ഇന്നിങ്സ് വേണോ ന്യൂ ഇന്നിങ്സ് വേണോ നിലവിലുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വേണ്ട, ഒരു മനുഷ്യന് സെക്കൻഡ് ഇന്നിങ്സ് അല്ല ന്യൂ ഇന്നിങ്സ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ GCC ക്ലസ്റ്ററുകളും അതുപോലെ GPU ക്ലസ്റ്ററുകളും, GCC സെൻറ്റേഴ്സും GPU ക്ലസ്റ്ററും, അതിലും നമ്മൾ ഇപ്രാവശ്യം പണം വെക്കുകയും അത് തുടക്കം കുറിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലോകത്തെ ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾ ലോകത്ത് എവിടെയും പോയി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിന് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്തരം സാധ്യതകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പുതിയ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധ്യതയും നമുക്കുണ്ട്. ഈ നമ്മൾ ഈ പറഞ്ഞ ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയൊക്കെ തുടർച്ചയിൽ ഈ പറഞ്ഞൊരു സർവകലാശാലയ്ക്കകത്ത് ക്യാമ്പസിനകത്ത് ഭയങ്കര ഊർജ്ജസ്വലനായി നിന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ അതിൻ്റെ ഒരു നെറേറ്റ് ചെയ്യുന്നത്. ഈ ശരിക്കും ഒരു വലതുപക്ഷ കുടുംബത്തിൽ നിന്നാണല്ലോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. കാരണം വെച്ചാൽ എല്ലാ നിലയ്ക്കും വിലക്കാൻ നോക്കിയ ഒരു കുടുംബം, അല്ലെങ്കിൽ ഈ മകനെ മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ മാറി പാർപ്പിച്ചേക്കാം എന്ന് കരുതി, അല്ലെങ്കിൽ ആ കോളേജിൽ പഠിക്കേണ്ടെന്നിട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ അടക്കം തീരുമാനിച്ചിരുന്നത്. ശരിക്കും ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയത്തിലേക്ക് ആകർഷ്ടനാവുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായി വരുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ആ സമയത്ത് ഉള്ള ഒരു രാഷ്ട്രീയത്തിലായി. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. പ്രീ ഡിഗ്രി ഒക്കെ ഉള്ള സമയത്ത് തന്നെ അതിൻ്റെ ചർച്ചകളുണ്ട്. എൻ്റെ വീട്ടിൽ പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയമായ പശ്ചാത്തലമില്ല, കൂടുതൽ വലതുപക്ഷം ആണെന്ന് പറയാം. കോൺഗ്രസിൻ്റെ ഒക്കെ പശ്ചാത്തലമുള്ള ഫാമിലി ആണെന്ന് പറയാം, ഫാമിലികളാണെന്ന് പറയാം. പക്ഷേ ചേട്ടൻ SFI യിലുണ്ടായിരുന്നു. നേരെ മൂത്ത ചേട്ടൻ അന്ന് SFI പ്രവർത്തകനായിരുന്നു, ഹരിലാൽ എന്ന് പറയും. അപ്പം അദ്ദേഹം ഉള്ളു SFI. ബാക്കി പൊതുവിൽ എല്ലാം നമ്മുടെ ആളുകളല്ല. പക്ഷെ ആ സമയം നമ്മുടെ ക്യാമ്പസുകൾക്ക് അകത്തെല്ലാം ഉണ്ടാക്കിയൊരു വലിയ വ്യത്യാസമുണ്ട്. ഭയങ്കരമായ കോൺഗ്രസ് വിരുദ്ധത ആ സമയത്തുണ്ട്. UDF അല്ല, കോൺഗ്രസ് ആണല്ലോ അന്ന്. കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പശ്ചാത്തലമാണല്ലോ. I ഗ്രൂപ്പും A ഗ്രൂപ്പും കരുണാകരൻ്റെ ഗവൺമെൻറ് പോവുകയും ഒക്കെ 80കളുടെ ആദ്യം എന്ന് പറഞ്ഞാൽ 80കളും 90കളും എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കാലമാണ്. അപ്പോൾ ആ സമയത്ത് SFIക്ക് അനുകൂലമായി, പുരോഗമന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടൊരു വലിയ അഭിപ്രായമുണ്ട്. SFI ആണ് അന്ന് ഏറ്റവും മാതൃകാപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്ലോഗൻ തന്നെയാണ് അതിനകത്തുള്ള, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റണം, പഠിക്കണം എന്ന് പറയുന്ന സ്ലോഗനിൽ തന്നെ ആകർഷണമായിട്ട് തന്നെയാണ് വരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പന്തളം NSS കോളേജിലായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. പന്തളത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ SFI ആകുമെന്ന് വെച്ചിട്ട് ഈ സഹോദരന്മാരും എല്ലാം കൂടെ ആലോചിച്ച് തന്നെ പുനലൂർ കോളേജിലേക്ക് ആണ് മാറ്റി. പുനലൂർ കോളേജിലാണ് പിന്നെ കൊമേഴ്സ്, ഞാൻ BCom ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ സജീവമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ നല്ല ക്വാളിറ്റിയുള്ള ഒരു നല്ല ക്യാമ്പസ് എന്ന നിലയിൽ, ചെറിയ ക്യാമ്പസാണ്, അവിടെ വന്ന് സജീവമായിട്ട് അങ്ങ് വന്നു. ആദ്യഘട്ടത്തിലൊക്കെ കോളേജിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പം സത്യം പറഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് അമ്മ അറിഞ്ഞ് വിളിച്ചോണ്ട് പോയി അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പ്രതിജ്ഞ എടുത്ത് മാറണം എന്ന് പറഞ്ഞ അതൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. അതൊക്കെ ഇതിനകത്ത് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘർഷമൊക്കെ ഉണ്ടാവല്ലോ, നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും കാണും. ഏത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിദ്യാർത്ഥികൾ അങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പ്രശ്നമാണല്ലോ. സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. വാർത്തകൾ ഇപ്പൊ ചേട്ടന്മാർക്കൊക്കെ വലിയ സംഘർഷമാണ്. അവിടെ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പം അനിയനൊക്കെ പോയി കേസിനകത്ത് പെട്ടു ഒളിവിൽ പോകുന്നതൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ സംഘർഷം ഉണ്ടാവും. ഏത് വീട്ടിലും ഉണ്ടാവുന്നതാണ്. അങ്ങനെ വന്നു. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്യാവശ്യം ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കോളേജിലെ അധ്യാപകർക്കും ഈ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോഴും മാർക്ക് വരുമ്പം നല്ല മാർക്കുള്ളതുകൊണ്ട് അവർ ആ കാര്യത്തിന് സ്നേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കൊല്ലം ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയിലും SFIയുടെ പുല്ലൂർ ഏരിയ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ കോളേജിലെ ചെയർമാനായിരുന്നു പുല്ലൂർ SN കോളേജിൽ. അവിടുന്ന് കുറച്ചുകൂടെ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയതാ. MG കോളേജിലാണ് ചെന്ന് പോയിട്ട്. MG കോളേജ് ഇപ്പോഴത്തെ പോലെ RSSന്റെ അവിടെ ഒറ്റയാളെ പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല. RSS വലിയ ജനാധിപത്യമൊക്കെ പറയുന്നവരാണ് ഈ AVP RSS. പക്ഷെ അന്ന് അവർ അത്രയും ഇതില്ല. അന്ന് SFI ഉണ്ട്, KSU ഉണ്ട്, അവരും ഉണ്ട്. ബോംബൊക്കെ എറിഞ്ഞിട്ടുണ്ട് അവർ കോളേജ് ക്യാമ്പസിനകത്ത് വന്ന്. എന്നെ MCOM പരീക്ഷയുടെ ഫൈനൽ പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം പിന്നെ ഹോസ്റ്റലിന് മുന്നിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഹോസ്റ്റലിൽ മേളിൽ നിന്ന് ആൾ ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്ക് MCOM പരീക്ഷ എഴുതാൻ പറ്റിയത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അവിടെ ചുറ്റുപാടും പോകുമ്പോൾ, ആ കോളേജിൻ്റെ ചുറ്റുപാടും പോകുമ്പോൾ തന്നെ അതിന് ചുറ്റുപാടും കുറച്ച് RSS കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അത്രയും അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം പിന്നെ അത് ആ ക്യാമ്പസിൽ പിന്നെ കുറച്ചുകൂടി അങ്ങ് വല്ലാത്ത സ്ഥിതിയിലേക്ക് കടക്കാതെ എത്തിയിരുന്നല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ കോളേജ് യൂണിയൻ ചെയർമാൻ ആവേണ്ടി മത്സരിക്കണമെന്ന്. പഠിക്കാനാ MCOM ആണ്. ഇപ്പം എനിക്കിപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സഹായകരമായ ഒരു കാര്യം എൻ്റെ
കൊമേഴ്സ് വിദ്യാഭ്യാസമാണ്. എംകോം ഉണ്ട്, M.Com പിന്നെ ലോയും ഉണ്ട്. അത് വാസ്തവത്തിൽ ഈ ബഡ്ജറ്റും ഇതുപോലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിന് പലപ്പോഴും ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രാധാന്യം എങ്ങനെ പോകും. ഇതിപ്പം നിങ്ങൾ എത്ര എൻ്റെ അടുത്ത് വന്ന് ശുപാർശ ചെയ്താലും ഞാൻ ചിലത് ഒപ്പിടില്ല, നോക്കി പഠിച്ചിട്ടേ വരും. കാരണം ഇങ്ങനെ അപ്പം അതിൻ്റെ ഒരു കണക്ക് നോക്കി എങ്ങനെ വരും, അടുത്ത മാസങ്ങളിൽ എങ്ങനെ വരും എന്ന് നോക്കാതെ ഇപ്പം നമ്മൾ കൊടുത്തു, അവസാനം കൊണ്ട് പൊട്ടിപ്പോയാലോ, ഇത് നോക്കും. അപ്പോൾ എംകോമിന് അവിടെ പഠിക്കാൻ വരുമ്പോൾ വളരെ നല്ല ക്യാമ്പസാണ്. എംകോം നല്ല കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നല്ല ഡിപ്പാർട്ട്മെന്റാണ്. അവിടെ വന്നപ്പോഴും ഇതേപോലെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി NSFI സംസ്ഥാന നേതാവാണ് ഞങ്ങളുടെ, അദ്ദേഹം വന്നിട്ട് നിർബന്ധമായിട്ടും മത്സരിക്കണമെന്ന് പറഞ്ഞ് എന്നെ അടിച്ചേൽപ്പിച്ചതാണ്. എന്നിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറാവാതെ, പഠിക്കാനാണല്ലോ എംകോം ഒക്കെ ആകുമ്പോഴത്തേക്ക് അന്ന് ഇത്രയില്ല, ആകെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ എംകോം ഒക്കെ. എംകോമിനൊക്കെ അല്ലെങ്കിൽ PG അന്ന് കോളേജുകളിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ വീട്ടിൽ പ്രശ്നമുണ്ട്. അങ്ങനെ അവിടെയും കോളേജിലും ചെയർമാനായി. അതിനുശേഷം നമ്മൾ ഈ സംഘടനാ പ്രവർത്തനത്തിൽ വരുമ്പം പിന്നെ നമ്മളെ വീടുകളിൽ നിന്നൊക്കെ നിർബന്ധിച്ചാലും നമുക്ക് പൊതുപ്രവർത്തനത്തിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ബുദ്ധിമുട്ടുകളുണ്ടാവും വ്യക്തിപരമായി. അങ്ങനെയാണ് പിന്നീട് SFIയുടെ പിന്നെ തിരിച്ച് അത് കഴിഞ്ഞ് തിരുവനന്തപുരം LLBക്കൊക്കെ ചേർന്നെങ്കിലും പുനലൂരിലും ഈ സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ ചുരുക്കം പേർക്ക് അറിയാവുന്ന, എന്നാൽ ഈ പറഞ്ഞ സംഘടനാ പ്രവർത്തന കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ആർട്സ് ക്ലബ് അല്ലെങ്കിൽ ഒരു കലാതൽപരനായ, ഒരു കാരിക്കേച്ചറിലും കാർട്ടൂണിലൊക്കെ തൽപരൻ കൂടിയായിരുന്ന ഒരാളെയാണ് ഈ പറഞ്ഞ കുറച്ചുകൂടി കലുഷിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കൂടി അതെ, അത് ഞാൻ പറഞ്ഞ അതിനുശേഷം പിന്നീട് വരുമ്പോഴത്തേക്ക് കൊല്ലത്തെ ഈ പ്രവർത്തനങ്ങൾ വന്നു. പിന്നീട് ജില്ലാ ഭാരവാഹിയായി. പഠിക്കുന്നത് കൊണ്ട് വീട്ടിലൊന്നും പറയാൻ പറ്റത്തില്ല. ഈ എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് എംകോമിനായാലും അതിനുശേഷം LLB ആയാലും LLM ആയാലും വളരെ നന്നായിട്ട് പഠിക്കും. ഇതൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തീരെ അങ്ങനെ യാഥാസ്ഥികമായ സമീപനം അച്ഛനൊന്നും പോലും എടുക്കുന്നില്ല. എനിക്കൊരു ജോലി ആ സമയത്ത് കിട്ടി ബാങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകുന്നതല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ മനസ്സിൽ അങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നൊരു രീതിയല്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്യാം, LLB ഒക്കെയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല. അപ്പം അങ്ങനെ അതിനൊക്കെ അനുവാദം തന്നു. ജോലി കിട്ടിയോണ്ട് നിർബന്ധമായി പൊക്കോണമെന്ന് പറഞ്ഞില്ല. അന്നത്തെ പ്രായത്തിൽ ഒരു ജോലി കിട്ടി എംകോം കഴിഞ്ഞ് എംകോമിൻ്റെ ആ സമയത്ത് തന്നെ ജോലി കിട്ടിയാൽ പോകാനല്ലേ തോന്നുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ചുകൂടി ഇതായല്ലോ. പക്ഷേ സംഘടനയ്ക്കകത്ത് ഒരു കാര്യം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതിനകത്ത് പറയാനുള്ളത്, ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള, ഈ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലും അനിയൻ ആകുമ്പോൾ വളരെ ഷൈ, അധികം വളരെ ഒതുങ്ങി. ഇപ്പോഴായാലും അമിതമായിട്ട് ഒത്തിരി സംസാരിച്ച എല്ലാ കാര്യം പറയത്തില്ല. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലിരിക്കുന്നതല്ല, അതെല്ലാം ആദ്യം പ്രഖ്യാപിച്ചാൽ നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, മന്ത്രി എന്ന നിലയിലായിരുന്നു. അപ്പം അങ്ങനെ അധികം പറയത്തില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഈ വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ വലിയതൊന്നുമില്ല. അത് എന്നെ SFIയിലെ സ്കൂൾ കാലം മുതലേ ഇങ്ങനെ ചെറിയ കാർട്ടൂൺസ് ഒക്കെ വരയ്ക്കും. ഞങ്ങൾ 12 കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാർട്ടൂൺ മാസിക ഇറക്കും. ഞങ്ങൾ വേറെ കാർട്ടൂൺ വരയ്ക്കുന്ന കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ആ ജനകം വരികയിലൊക്കെ ഇങ്ങനെ വരച്ച് ചെറിയ പോക്കറ്റ് കാർട്ടൂണൊക്കെ അയക്കും. അന്നൊക്കെ അതിനകത്തൊക്കെ ഇടും. വലിയ കാർട്ടൂണൊന്നും അല്ലേ പിള്ളേർ വായിക്കുന്നത് കുട്ടികൾ. പക്ഷെ പുനലൂർ കോളേജ് വന്നപ്പോൾ SFIയുടെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ശൈലി ഞാൻ പറയാം, എന്നെ കാർട്ടൂൺ ക്ലബിന്റെ കൺവീനറാക്കി. അന്ന് കോളേജ് യൂണിയനിൽ കുറേ ക്ലബ്ബുകളുണ്ട്. ഇതൊക്കെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഫോറസ്ട്രി ക്ലബ്ബ്, കാർട്ടൂൺ ക്ലബ്ബ്, പിന്നെ പരിസ്ഥിതി അല്ലെങ്കിൽ ടൂറിസം ക്ലബ്ബ് നിങ്ങൾ കണ്ടല്ലോ, ഡിബേറ്റ് ക്ലബ്ബ്. അപ്പോൾ കാർട്ടൂൺ ക്ലബിന്റെ കൺവീനറാക്കി. അപ്പോൾ എനിക്കത് വലിയൊരു ചുമതല എന്നെ ഏൽപ്പിച്ചു എന്നുള്ള തോന്നലാണല്ലോ. അവിടെ കാർട്ടൂൺ ക്ലബിന്റെ ബോർഡുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ കാർട്ടൂണുകൾ, നല്ല പത്രത്തിൽ വരുന്ന എല്ലാ കാർട്ടൂണും നോക്കും. ഞാനപ്പം കാർട്ടൂൺ കൊണ്ട് ഒട്ടിക്കുക, പിന്നെ കാർട്ടൂൺ വരച്ചൊട്ടിക്കുക, ഇങ്ങനെ ഒക്കെ ചെയ്തിരുന്ന് ഞാൻ ഓർക്കുന്നു. വ്യക്തിപരമായ ഒരു കൗതുകത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ കാർട്ടൂണിനോടുള്ള ഒരാളുടെ സമീപനം, ഒരു കാർട്ടൂൺ വരയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ആ സ്ട്രോക്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിമർശന ബുദ്ധിയുണ്ട്, വീക്ഷണപാഠമുണ്ട്, പിന്നെ എന്നാൽ നമ്മൾ വളരെ ഒബ്ജക്ടിവിറ്റിയും കൂടി ചേർന്നിട്ടാണല്ലോ ഉള്ളത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിൽ ഇത് ഏത് രീതിയിലെങ്കിലും സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു വലിയ കാര്യമാണെന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെയായിരിക്കും അപ്പുറത്ത് നിന്ന് കാണുന്നവർ, ഒന്ന് പ്രതിപക്ഷം കാണുന്നത്, സാധാരണ ജനം കാണുന്നത് എന്ന് എനിക്കെപ്പോഴും ഞാനെപ്പോഴും അസസ് ചെയ്യാറുണ്ട്. ഞാനൊരു വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വശവും അതിൻ്റെ തമാശ വശവും കൂടി ഉണ്ട്. തേർഡ് പേഴ്സൺ അങ്ങനെ കാണണം. നമ്മളേറ്റവും മഹത്തായ കാര്യമാണെന്ന് പറയുന്നത് മാത്രമല്ല, അത് മഹത്തല്ലാത്തതും അതിൻ്റെ വിമർശനവും അതിൻ്റെ ഗുണവും ദോഷവും എപ്പോഴും കാണാൻ പറ്റും. കാർട്ടൂണിസ്റ്റ് എന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ ഇതിനെല്ലാം ഒരു ഏത് കാര്യത്തിനെയും ഒരു തമാശ എന്ന നിലയിൽ, പണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് നാരായണ പണിക്കർ എന്നാണ്. അപ്പം ഞാനൊരു കാർട്ടൂൺ ജനകത്തിൽ വന്നതാണ്. അന്ന് ഈ പേര് ഷോർട്ട് PA നിക്കർ. അച്ഛൻ്റെ ആരുടെയും പറഞ്ഞിട്ടില്ല. അപ്പം എന്താ ഇങ്ങനെ, ഞാൻ
പേരൊന്ന് മാറ്റി പരിഷ്കരിച്ചു. പണിക്കർ എന്നുള്ളത് PA നിക്കറെന്നാക്കി. അപ്പൊ ഈ കാർട്ടൂണുകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊന്നും വ്യക്തിപരമായ വിരോധമല്ലല്ലോ, തമാശയാണല്ലോ. അത് മനസ്സിലാവുന്നവർക്കാണ് പ്രശ്നമില്ല. കാർട്ടൂണിസ്റ്റുകളെ വലിയ തോതിൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തുകൊണ്ടാണ് എന്റെ കാർട്ടൂൺ ഇപ്പൊ വരയ്ക്കാത്തത് ശങ്കറെ, എന്നെ കാണുന്നല്ലോ ചോദിച്ച ജവഹർലാൽ നെഹ്റുവും അതുപോലുള്ള ആളുകളുണ്ട്. എന്നാൽ ഒരു കാർട്ടൂണിന്റെ പേരില്, ഒരു റീപ്രൊഡ്യൂസ് ചെയ്തതിന്റെ പേരില് കാർട്ടൂണിസ്റ്റിനെ പിടിച്ച് ആ കാർട്ടൂൺ റീപ്രൊഡ്യൂസ് ചെയ്ത പ്രൊഫസറെ പിടിച്ച് ജയിലിലിട്ട ബംഗാളിലെ ഗവൺമെന്റിന്റെ കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. കാർട്ടൂണുകൾ നിരോധിക്കുകയും ഒക്കെ ചെയ്ത കാര്യമുണ്ട്. പക്ഷെ കാർട്ടൂൺ എന്ന് പറയുന്നത് വളരെ വളരെ കാലാതീതമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ പെയിന്റിങ്ങുകളെ പോലെ, സാഹിത്യ സൃഷ്ടികളെ പോലെ. ഞാനതിനകത്ത് ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് ലേഖനങ്ങൾ വായിക്കേണ്ട അബു എബ്രാമിന്റെ കാർട്ടൂണാണല്ലോ വളരെ പ്രശസ്തമായ. അന്ന് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം വരികയാണ് 25-ാം തീയതി. അതിനകത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ബാത്ടബിൽ കിടന്നിട്ട് പതയുടെ ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുമ്പോൾ വാതിലിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹത്തിൻ്റെ എഫ്ഐആർ, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ഒരു ഫയൽ അദ്ദേഹം അവിടെ കിടന്ന് ഒപ്പിടുകയാണ്. എന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, വെദർ എനിമോർ ഫയൽസ് ടു സൈൻ. ഇന്ത്യൻ പ്രസിഡന്റ് എങ്ങനെയായിരുന്നു ഫയലുകളെ അടിയന്തരാവസ്ഥ കാലത്ത് കൈകാര്യം ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ പ്രസിഡന്റ്, ഗവർണർമാർ, അതിൻ്റെ അധികാരം, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്നൊരു ഘട്ടമാണ്. ഈ വലിയ ഡെമോക്രസി, വളരെ സ്വതന്ത്രമായ എല്ലാ കാര്യവും ഞങ്ങൾ ഭരണഘടന അനുസരിച്ചെല്ലാം പഠിക്കുന്നു ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അടിയന്തരാവസ്ഥയിൽ ഇതായിരുന്നു, ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാർട്ടൂൺ മതി ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യയിലെ ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നതിന് ഉദാഹരണം വ്യക്തമാക്കാൻ. ഇതൊരു കാര്യമാണ്. രണ്ടാമത് എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കാർട്ടൂണായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളത് ബാബറി മസ്ജിദിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ വന്നൊരു കാർട്ടൂണാണ്. ബാബറി മസ്ജിദ് കോടതിയുടെ വളരെ വ്യത്യസ്തമായൊരു, ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത, ലോജിക്കും ഇല്ലാത്തൊരു വിധിയാണെന്ന് വേണേൽ പറയാം. അവിടെ പണ്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത്, ബാബറി മസ്ജിദിന്റെ കീഴിൽ പണ്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ, അല്ലെങ്കിൽ വേറൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ലോകത്ത് പല ചരിത്ര സംഭവങ്ങളും നോക്കിയാൽ അങ്ങനെ കാണാം, കേരളത്തിലും കാണാം. ഹാഗിയ സോഫിയ ആയാലും മറ്റു പലതായാലും ബാബറി മസ്ജിദ് ആയാലും നാട്ടിലെ ക്ഷേത്രങ്ങളായാലും ഒക്കെ കാണാം. അപ്പം 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കാര്യത്തിന് വീണ്ടും കുത്തിത്തിരിച്ച് പ്രശ്നമാക്കേണ്ടതല്ല. പോട്ടെ, അതിൻ്റെ വിധിയുടെ കാര്യം പോട്ടെ. അതിനകത്ത് ആ വിധി വന്നപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ക്ഷേത്രമായിരുന്നു, അതുകൊണ്ട് പണിയാമെന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കീർണമായ, ഇപ്പോഴും വിവാദം തീർന്നിട്ടുള്ള ഒരു വിധിയാണല്ലോ. അന്ന് ഹിന്ദുവിന് വന്നൊരു കാർട്ടൂണുണ്ട്, ഒരു കോടതി മുറിയാണ്. യുവർ ഓണർ, ദേ ആർ ആർഗ്യൂയിങ് ദാറ്റ് ദേ വേർ ഹിയർ മച്ച് ബിഫോർ. കക്ഷികൾ നിൽക്കുകയാണ് കൂട്ടിൽ, വക്കീൽ കോടതിയോടെ പറയുകയാണ്. കക്ഷികൾ ആരൊക്കെയാ? സിംഹം, കടുവ, ആന, കുരങ്ങ്, മയില്, എല്ലാം കൂടെ. അവർ പറയാം, യുവർ ഓണർ, ഈ സ്ഥലം ഞങ്ങളുടേതായിരുന്നു പണ്ടേ, കാരണം ഞങ്ങൾ വളരെ പണ്ടേ ഉണ്ടായിരുന്നവരാണെന്ന് വന്യമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും പറയുകയാണ്. അതിനേക്കാളും നല്ലൊരു കാർട്ടൂൺ വേണ്ട ആ സുപ്രീം കോടതി വിധിക്കും ഇന്ത്യയിൽ നടക്കുന്ന വിവാദങ്ങൾക്കും മറുപടിയായിട്ട്. അപ്പൊ കാർട്ടൂണിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പീസും ഒരു കാർട്ടൂൺ മതി. ഈ അബു എബ്രാമിന്റെ ആ കാർട്ടൂൺ അന്ന് സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. സെൻസർഷിപ്പിൽ പെടാതെ പോയത്, അതുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് ഇന്നും അന്നും എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണ്. സെൻസർഷിപ്പിനെ അതിജീവിച്ചു. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിരുന്നെങ്കിൽ ആ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ദേശാഭിമാനി പത്രം പോലും എഡിറ്റോറിയൽ കോളം എഴുതിയിട്ടുണ്ട്. പല പത്രങ്ങളും എഡിറ്റോറിയൽ പേജ് എഴുതിയിരുന്നില്ല, കോളം എഴുതിയിരുന്നില്ല, പ്രതിഷേധിച്ച്. അപ്പൊ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കരാളമായിട്ടുള്ള ഈ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കാർട്ടൂണിന് പോകാൻ കഴിഞ്ഞത് കാർട്ടൂൺ നിരുപദ്രവകരമായ ഒരു സ്ഫോടന സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ഇട സർക്കാരിന്റെ മന്ത്രിസഭയിൽ ആദ്യമായിട്ടാണെങ്കിലും കേരളത്തിന്റെ നിർണായക രാഷ്ട്രീയ സംഭവവികാസങ്ങളും വികസന പദ്ധതി ഉണ്ടാകാലത്ത് VSന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. നേരത്തെ ഈ കാക്കനാട് വഴിയൊക്കെ ഈ പറയുന്ന ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർണായക സമയത്തൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതിന് വ്യക്തിഗതമായിട്ട് എന്താ ആ കാലഘട്ടത്തെ എങ്ങനെയാണ് ആ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുന്നത്? ധാരാളം കാര്യങ്ങൾ നടന്നൊരു ഗവൺമെൻറ്റാണ്. അന്ന് പൊളിറ്റിക്കലി കുറച്ച് സെൻസിറ്റീവായ ഒരു സമയം കൂടിയായിരുന്നു, ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം VS മുഖ്യമന്ത്രിയായ സമയത്ത് ഞാൻ DYFയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ സമയത്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വരാൻ തീരുമാനിക്കുന്ന പാർട്ടി. ആ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച്, ഒന്നാമത് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം DYFA പ്രസിഡൻ്റായിട്ട് നടക്കുന്ന സമയത്തൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്കുള്ള ചുമതലയാണല്ലോ, അഡ്മിനിസ്ട്രേറ്റീവാണ്. പിന്നെ രാഷ്ട്രീയമായിട്ടും ആ സമയം നല്ലപോലെ കുറച്ച് സംഘടനാപരമായ കാര്യങ്ങൾ ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്ന സമയമാണ് അന്നത്തെ ആ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ സാഹചര്യം. അപ്പോൾ ആ സമയത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിന്നെ
തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ വളരെ ബുദ്ധിമുട്ടേറിയ ചുമതലയാണെങ്കിലും അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ വന്ന് ആ ചുമതല ഏറ്റെടുത്തു. 4 വർഷക്കാലം ആ ചുമതലയിലുണ്ടായിരുന്നു. ധാരാളം വികസന കാര്യങ്ങൾ നടന്നതാണ്. വിവാദമുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ മൂന്നാർ ഇഷ്യൂ പോലെയൊക്കെയുള്ള പലതുണ്ട്. പക്ഷെ കേരളത്തിൽ നല്ല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു, നല്ല ടീമായിരുന്നു. കോടിയേരി ആയിരുന്നു അന്നത്തെ ആഭ്യന്തരവും അതുപോലെ തന്നെ ടൂറിസവും എല്ലാം. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള AK ബാലൻ ഉൾപ്പെടെയുള്ള അവരെല്ലാവരും ഉണ്ടായിരുന്നു, PK ഗുരുദാസൻ. നല്ലൊരു ടീമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വലിയ സഹായമായിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അന്നത്തെ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഫയലുകൾ അന്ന് ആഭ്യന്തരമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും VSനെ പോലെ ഒരാളാകുമ്പോൾ നമ്മുടെ വലിയൊരു എല്ലാ ഫയലുകളും നോക്കുകയും സപ്പോർട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനകത്ത് ആ സമയത്ത് വന്ന കുറേ സ്ഥാപനങ്ങളും കേരളത്തിന് വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, തീരുമാനങ്ങളുമുണ്ട്. ഈ ചേർത്ത് ചോദിക്കാവുന്നത് ഇപ്പം CPM-ന്റെ ഏറ്റവും സമുന്നതരായ 2 പേരുകളാണ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഒരാളുടെ ഇവിടെ ഈ മിനിസ്റ്റർഷിപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഭരണതലത്തിൽ 2 പേരെയും വ്യക്തിഗതമായി നിരീക്ഷിക്കുന്നത്? അങ്ങനെ നിരീക്ഷിക്കാൻ ഞാൻ ആളല്ല. അവരെ 2 പേർക്കും വളരെ വലിയ പബ്ലിക് വർക്കിൻ്റെ ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചതിൻ്റെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. VS കുറച്ചുകൂടി മുൻപത്തെ കാലത്തു നിന്നാണ്. കാരണം 1940 പുന്നപ്ര വയലാറിൻ്റെ സമരാനുഭവം മുതൽ പാർട്ടിയുടെ ആദ്യകാലത്ത് പാർട്ടി 1964 CPM-ഉം CPI-യും എന്നുള്ള ആ പാർട്ടിക്കകത്തുള്ള ഡിവിഷൻ്റെ ഉള്ള ഘട്ടത്തിലൊക്കെ നേതാവായിരുന്നു. 57 തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ദീർഘകാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പിണറായിയുടെ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം. ഈ 64 കഴിഞ്ഞ ആ സമയത്തൊക്കെ വിദ്യാർത്ഥികളായിരിക്കും എന്ന് പറഞ്ഞാൽ അതും വളരെ നിർണായകമായ ഘട്ടമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ 1970 അദ്ദേഹം പാർട്ടി ഏരിയ താലൂക്ക് സെക്രട്ടറിയായി. അന്ന് കണ്ണൂർ ഏറ്റവും കൂടുതൽ ഈ RSS സംഘർഷം നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്ന സംഭവം. MLA ആയപ്പോഴും MLA എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ക്രൂരമായ പോലീസ് പീഡനത്തിന് വിധേയമായ അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ, പാർട്ടി VS പിന്നെ പിണറായിയും പിന്നീട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ 91 ഗ്ലോബലൈസേഷൻ്റെ ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഞങ്ങളൊക്കെ SFI പ്രവർത്തകർ എന്ന നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് മൊത്തം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തകർന്നു, സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കേരളത്തിൽ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളുകളാണ് VS വളരെ അത്തരത്തിൽ സീനിയറാണ്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഈ പറഞ്ഞ ഘട്ടം മുതൽ ഇതിനെല്ലാം നേതൃത്വം കൊടുത്താണ്. ഗ്ലോബലൈസേഷനെതിരെയുള്ള ഫൈറ്റിനകത്ത് വളരെ വലിയ നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി ഉൾപ്പെടെയുള്ള ആൾ. കൂത്തുപറമ്പൊക്കെ ഉണ്ടാകുന്ന ആ സമയത്താണ്, കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ 2 പേരുടെയും സംഘടനാ ശൈലി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആർജിച്ചതാണ്. വ്യക്തിപരമായ ആളുകളുടെ ഓരോരുത്തരുടെയും സ്വഭാവം നമ്മുടെ 2 സ്വഭാവം 2 തരത്തിലായിരിക്കില്ലേ. പക്ഷെ പൊതുവിലൊരു പൊളിറ്റിക്കൽ ഫ്രെയിമിൽ ജനങ്ങളുടെ ഒരു പൊതു താല്പര്യത്തിനൊപ്പം പാർട്ടിയുടെ പൊതുവായ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതിൽ വളരെ കമ്മിറ്റഡ് ആണ് ഇവരെല്ലാം. സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായി കാണും. അതാണ് എനിക്ക് അവരെപ്പറ്റി പറയാനുള്ളത്. കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ ഒക്കെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നവരാണ് ദീർഘകാലം 2 പേരും. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് പിണറായിയാണ്. അപ്പോൾ ഒരു കാര്യം നടപ്പിലാക്കുന്നതിനും സാധാരണക്കാർ പറയുന്നൊരു കാര്യം മനസ്സിലാക്കുന്നതിനും ഇവരുടെ വലിയ അനുഭവം, സാങ്കേതികമായ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ടറിയുന്നല്ലോ. ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, സാങ്കേതിക കാര്യമുണ്ട്, ഒരാൾക്കും അറിയില്ല. ഏതൊരു ടെക്നിക്കൽ വിദ്യാഭ്യാസമുള്ള ആൾക്കും അറിയത്തില്ല പല മേഖലയിലാണ്. പക്ഷേ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് എങ്ങനെ സ്റ്റേറ്റിന് താല്പര്യം ഉണ്ടാകും, സ്റ്റേറ്റിൻ്റെ കാര്യം എങ്ങനെ ചെയ്യാമെന്നുള്ളതിനകത്ത് വളരെ നല്ല ഇടപെടൽ നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ നേതാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.